അല്പസമയ ചിന്തയ്ക്ക് ആധാരമായി 2 കൊരിന്ത്യർക്കെഴുതിയ ലേഖനം 4-ാം അധ്യായം 4-ാം വാക്യം ഒന്ന് വായിച്ച് സഹായിപ്പാൻ ദൈവനാമത്തിൽ ഓർമ്മിപ്പിക്കുന്നു. ദൈവപ്രതിമയായ ക്രിസ്തുവിന്റെ തേജസ്സുള്ള സുവിശേഷത്തിന്റെ പ്രകാശനം ശോഭിക്കാതിരിപ്പാൻ ഈ ലോകത്തിന്റെ ദൈവം അവിശ്വാസികളുടെ മനസ്സ് കുരുട്ടാക്കി. അതിന്റെ മുകളിലത്തെ വാക്കുകൊണ്ടൊന്ന് വായിക്കണ വാക്യം കൂടെ. എന്നാൽ ഞങ്ങളുടെ സുവിശേഷം മറഞ്ഞിരിക്കുന്നുവെങ്കിൽ നശിച്ചു പോകുന്നവർക്കത്രേ മറഞ്ഞിരിക്കുന്നു. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, നല്ല രാത്രിക്കായി ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കും. ഇന്നു രാത്രിയിൽ ഈ പ്ലാറ്റ്ഫോമിൽ കർത്താവെ പറയപ്പെടുന്ന ഓരോ വാക്കുകളും വിലയുള്ളതാക്കി തീർക്കുന്നത് പരിശുദ്ധാത്മാവാണ്. ഞങ്ങൾ ബലഹീനരും കുറവുള്ളവരുമാണ് കർത്താവെ. എന്നാൽ ഞങ്ങളുടെ നാവിലൂടെ വരുന്ന വാക്കുകൾ, വചനങ്ങൾ നിഷ്ഫലമായി പോകാതിരിപ്പാൻ അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് പരിശുദ്ധാത്മാവാണെങ്കിൽ ഇന്നു രാത്രിയിൽ കർത്താവേ, ഒരു വാക്കുപോലും നിഷ്ഫലമായി പോകാതിരിപ്പാൻ ദൈവത്തോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഹല്ലേലൂയ. കേൾക്കുന്ന എല്ലാവരുടെയും ജീവിതത്തിൽ വലിയ വിടുതൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഹല്ലേലൂയ കൊടുക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്ന കർത്താവേ. കർണരസമാകുന്ന രസകരമാകുന്ന കുറച്ച് കാര്യങ്ങൾ പറഞ്ഞ് ആമേൻ പറഞ്ഞു പോകുവാനല്ല, വല്ല വിധേനയും നിത്യതയിൽ എത്തിച്ചേരുവാൻ ഹല്ലേലൂയ ഈ ഭൂമിയിൽ ഞങ്ങൾ പ്രയാസപ്പെടേണ്ടതുപോലെ ഹല്ലേലൂയ കഠിനാധ്വാനം ചെയ്ത് ബലാത്കാരികൾ സ്വർഗരാജ്യത്തെ ബലാത്കാരം ചെയ്യുന്നത് പോലെ ഇന്നു രാത്രിയിൽ കഠിനാധ്വാനം ചെയ്ത് ഞങ്ങളുടെ രാജ്യത്ത് എത്തിച്ചേരുവാൻ ദൈവം ഞങ്ങളെ സഹായിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ദൈവകരങ്ങളിലേക്ക് ഞങ്ങളെ തന്നെ താഴ്ത്തി ഏൽപ്പിക്കുന്ന കർത്താവേ, മഹത്വം അങ്ങയ്ക്ക് തരുന്നു. യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. നാം വായിച്ചതായ വേദഭാഗത്ത് 2 തരത്തിലുള്ള സുവിശേഷത്തെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഒന്ന്, മറഞ്ഞിരിക്കുന്ന ഒരു സുവിശേഷം. 2, തേജസ്സിന്റെ സുവിശേഷം. ഇങ്ങനെ 2 സുവിശേഷങ്ങൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. മറഞ്ഞിരിക്കുന്ന സുവിശേഷമാണ് 2020 ഓഗസ്റ്റ് മാസത്തിലും പാവപ്പെട്ട ദൈവദാസന്മാർ വഴിവക്കിലും അതേ അതിലെ ലഘുലേഖകളിലൂടെയും അതേ കൺവെൻഷനിലൂടെയും ഫിലിം മാധ്യമങ്ങളിലൂടെയും ഹല്ലേലൂയ പറയപ്പെടുന്ന സുവിശേഷമാണ് മറഞ്ഞിരിക്കുന്ന സുവിശേഷം. അത് അവിശ്വാസി അല്ലെങ്കിൽ അന്യ മതസ്ഥർക്കുള്ളത് ആയ സുവിശേഷമാണ് മറഞ്ഞിരിക്കുന്ന സുവിശേഷം. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. സ്തോത്രം. രക്ഷിക്കപ്പെടാത്ത, സ്നാനപ്പെടാത്ത, വീണ്ടും ജനനം പ്രാപിക്കാത്ത വ്യക്തികൾക്ക് വേണ്ടി ദൈവം നിയോഗിച്ചിരിക്കുന്ന ദൈവദാസന്മാർ എന്നല്ല, വിശ്വാസികൾ എന്നല്ല, ഈവൻ കൊച്ചു കുഞ്ഞുങ്ങളിലൂടെ പോലും പ്രചരിക്കപ്പെടുന്ന സുവിശേഷമാണ് മറഞ്ഞിരിക്കുന്ന സുവിശേഷം. അത് അന്യമതസ്ഥർക്കുള്ളതാണ്. സ്തോത്രം. എന്നാൽ ഇന്നു രാത്രിയിൽ മറ്റൊരു സുവിശേഷം നമുക്ക് കാണാൻ കഴിയുന്നു. അത് തേജസ്സിന്റെ സുവിശേഷമാണ്. അത് ഹല്ലേലൂയ അന്യ മതസ്ഥർക്കുള്ളവർക്കല്ല, ഉള്ളവർക്കല്ല ആ സുവിശേഷം. അത് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് കൃപയിൽ നിന്ന് പിന്മാറിപ്പോയവർക്ക് വേണ്ടി ഹല്ലേലൂയ അവർ വീണ്ടും ശോഭിക്കുവാൻ വേണ്ടി ദൈവം അയച്ചിരിക്കുന്ന സുവിശേഷമാണ്. തേജസ്സിന്റെ സുവിശേഷം. അത് അന്യ മതസ്ഥരായ ജനങ്ങൾക്കുള്ളവർക്കല്ല. സ്തോത്രം. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. ഒരിക്കൽ പരിശുദ്ധാത്മാവിന്റെ നല്ല ദാനങ്ങളെ അനുഭവിച്ച് അല്ലെങ്കിൽ കൃപ അനുഭവിച്ച് വീണു പോയവരെ വീണ്ടും മടക്കി കൊണ്ടുവരുവാൻ
ഹല്ലേലൂയ സ്വർഗം അയച്ചിരിക്കുന്ന സുവിശേഷമാണ് തേജസ്സിന്റെ സുവിശേഷം. സ്തോത്രം. ഈ സുവിശേഷത്തോടാണ് ശത്രുവിന്റെ പോര്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ ഹല്ലേലൂയ. ഒരിക്കൽ മെഴുകുതിരി പോലെ കത്തി ജ്വലിച്ച ഹല്ലേലൂയ വിശ്വാസികൾ, ദൈവമക്കൾ കരിന്തിരി പോലെ, കരിക്കട്ട പോലെ ഹല്ലേലൂയ തേജസ് നഷ്ടപ്പെട്ടവനെ വീണ്ടും തേജസ്സിലേക്ക് കൊണ്ടുവരുവാൻ ദൈവം അയച്ച സുവിശേഷമാണ് തേജസ്സിന്റെ സുവിശേഷം. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഇന്നു രാത്രിയിൽ ഞാൻ ഈ വചനം ഇവിടെ പ്രഖ്യാപിക്കുമ്പോൾ പ്രൈസ് ദി ലോർഡ്, ഇതകത്ത് കടന്നു കഴിഞ്ഞാൽ, സ്തോത്രം, നമുക്കറിയാം ഇരുട്ടുള്ള ഒരു റൂമിൽ ഒരു 100 വാട്ടിന്റെ ബൾബിട്ട് കഴിഞ്ഞാൽ, സ്തോത്രം ഹല്ലേലൂയ, ആ റൂം പ്രകാശിക്കുന്നത് പോലെ, സ്തോത്രം സ്തോത്രം സ്തോത്രം, അന്ധകാരത്തിൽ സ്തോത്രം അകപ്പെട്ടുപോയ ഹല്ലേലൂയ വിശ്വാസിയെ രക്ഷിക്കുവാൻ നിന്റെ അകത്തേക്ക് സ്വർഗം അയക്കുന്ന ഒരു സുവിശേഷമാണ് തേജസ്സിന്റെ സുവിശേഷം. ഇത് ശോഭിക്കുവാൻ ശത്രു അനുവദിക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ ഹല്ലേലൂയ വീണ്ടും ജനനം പ്രാപിച്ച ദൈവ പൈതലിന്റെ അകത്ത് ഈ സുവിശേഷത്തിന്റെ ഹല്ലേലൂയ തേജസ് ഉണ്ടെങ്കിൽ, ഞാൻ വിളിച്ചു പറയട്ടെ, ഈ ഭൂമിയിൽ ആർക്കും വെളിപ്പെടാത്തതായ മർമ്മങ്ങൾ നിന്നോട് വെളിപ്പെടുത്തി തരുന്നത് ഈ സുവിശേഷത്തിന്റെ മാർമിക സത്യത്തിലൂടെയാണ്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. പിശാചിന് ചർച്ചിൽ പോന്നോണ്ട് ഒരു വൈരാഗ്യവും ഇല്ല കേട്ടോ. വെള്ളയുടുപ്പ് ധരിച്ചുകൊണ്ട് ചർച്ചിൽ പോന്നോണ്ട് പിശാചിന് ഒരു കുഴപ്പവുമില്ല. പക്ഷേ ഒരാരാധനയ്ക്ക് കടന്നു ചെല്ലുമ്പോൾ നിന്റെ അകത്ത് രൂപാന്തരം വന്നാൽ അവിടെയാ അവന്റെ പ്രശ്നം. ജീസസ്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഉദാഹരണമായിട്ട് പറഞ്ഞാൽ, ഒരു ഗോതമ്പ് മനോഹരമായ നല്ല കളർ പേപ്പർ കൊണ്ട് സ്തോത്രം അല്ലെങ്കിൽ നന്നായിട്ട് അലങ്കരിച്ച ഒരു ഡബ്ബയ്ക്കകത്ത് ഒരു ഗോതമ്പ് മണി വെച്ചിട്ട് 1 വർഷം കഴിഞ്ഞാലും ആ ഡബ്ബ തുറന്നു നോക്കിയാൽ ഒരു ഗോതമ്പ് മാത്രമേ കാണുകയുള്ളൂ. സ്തോത്രം. എന്നാൽ ആ ഡബ്ബയ്ക്കകത്തിരിക്കുന്ന ഗോതമ്പ് നിലത്ത്, നല്ല നിലത്തിൽ ഒന്ന് പാകി നോക്ക്. ആ ഗോതമ്പിന്റെ മരണം അനേക ഗോതമ്പ് വിത്തുകൾ, മണികൾ ഉൽപ്പാദിക്കപ്പെടുന്നതായി തീരും. ഒന്നുകൂടി പറഞ്ഞാൽ, മനോഹരമായി സ്തോത്രം 1,00,000 രൂപയുടെ കീബോർഡും ഡ്രം സെറ്റും ഹല്ലേലൂയ ഭിത്തിയുടെ 4 സ്ഥലത്ത് ഹല്ലേലൂയ ഫ്ലെക്സും ഒട്ടിച്ച് ഇതാ വേഗം വരുന്നു എന്ന് പറഞ്ഞ് വചനമൊക്കെ എഴുതി വെച്ച മനോഹരമായ ആലയത്തിനകത്ത് സ്തോത്രം ഒരു ഡബ്ബയ്ക്കകത്തിരിക്കുന്ന ഗോതമ്പിനെ പോലെ ചാകാതിരിക്കും കൊണ്ട് ഹല്ലേലൂയ ഇന്ന് രാത്രിയിൽ വിളിച്ചു പറയട്ടെ, നീ എഴുമ്പേറ്റമുണ്ടാകാത്തത്. സ്തോത്രം. ഞായറാഴ്ച രാവിലെ ദാനിയേൽ റഫറൻസിന്റെ എടുക്കാൻ വയ്യാത്ത ബൈബിളും എടുത്തു വെക്കാൻ വയ്യാത്ത ബൈബിളും ഹല്ലേലൂയ വെള്ള വസ്ത്രധാരിയായി പ്രൈസ് ദി ലോർഡ് ദൈവത്തിന്റെ സന്നിധിയിൽ വന്ന് ഹല്ലേലൂയ ചാകാതെ ഹല്ലേലൂയ ആരാധിച്ചു മടങ്ങി പോകുന്ന ദൈവത്തിന്റെ പൈതലേ, അതുകൊണ്ടാ നീ നന്നാവാത്തത്. ഞായറാഴ്ച ആരാധനയ്ക്ക് പോന്നെന്ന് എവിടാ പോയിരിക്കുന്നേ? ഗോതമ്പ് മണി
നല്ല കളർഫുള്ളായ ഒരു ഡബ്ബയ്ക്കകത്ത് അടച്ചു വെച്ചിരിക്കുന്നത് പോലെ മാസത്തിന്റെ 4 ഞായറാഴ്ചകളിലും ആരാധന സ്ഥലത്ത് കടന്നുപോയി ഹല്ലേലൂയ ചാകാതെ ഇരിക്കുന്ന ദൈവത്തിന്റെ പൈതലെ, നീ മുഖാന്തരം ദൈവസഭ വളരത്തില്ലെന്ന് ദൈവത്തിന്റെ ആത്മാവ് ഇന്നു രാത്രിയിൽ ശക്തമായിട്ട് ഇടപെടുകയാ. സ്തോത്രം. അപ്പം പിശാച് ആലയത്തിൽ പോകുന്നതിന് തടസ്സമില്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ കൂനിയായ സ്ത്രീയുടെ ഒരാരാധന പോലും മുടങ്ങിയില്ല. യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ കൂനുകൊണ്ട് പോയി ആരാധിച്ചിട്ടും പിശാചിന് കുഴപ്പമില്ല. പക്ഷേ ഇതുവരെ കയറി വരാത്ത ഒരു സാന്നിധ്യം ആ ദൈവസഭയ്ക്കകത്തേക്ക് കയറി വന്നപ്പോൾ പിശാച് അതിൽ പ്രതികരിക്കാൻ തുടങ്ങി. കുറച്ച് ചാകാത്ത കപടഭക്തന്മാർ ദൈവസഭയിൽ കൈകൊട്ടി ആരാധിച്ചാൽ പിശാചിനൊരു കുഴപ്പവുമില്ല. എന്നാൽ ഹല്ലേലൂയ ദൈവത്തിന്റെ തേജസ് വെളിപ്പെടുത്തുന്ന 1 2 പേര് മതി. കർത്താവ് പറഞ്ഞ 10,000 പേരുള്ള മെഗാ ചർച്ചിൽ ഞാൻ വരാം നല്ല പറഞ്ഞ് 2 3 പേർ എന്റെ നാമത്തിൽ കൂടി വരുന്നിടത്ത് ആ കൂടി വരുന്നവൻ ആരാ? ദൈവസഭയിൽ വന്ന് ഹല്ലേലൂയ സ്വയമായി തന്റെ സ്വയത്തെ കൊല്ലുവാൻ ഏൽപ്പിച്ചു കൊടുക്കുന്ന 2 പേരെ കൊണ്ട് ഒരു ദൈവസഭ പണിയാൻ കഴിയും. സ്തോത്രം. ഇന്ന് പല ദൈവസഭകളിലും കസേരയിൽ എണ്ണം മാത്രമേ ഉള്ളൂ. 50 കസേര 100 കസേര. പക്ഷെ കർത്താവ് എണ്ണുന്നത് 2 3 പേരെയായിരിക്കും. കാരണം അവർ വന്ന് ഹല്ലേലൂയ ആ മനോഹരമായ ഡബ്ബയിൽ അടച്ചുകൂട്ടി ഇരിപ്പാനല്ല, സ്വയം ചത്ത് അനേക ഗോതമ്പ് മണികളെ ഉൽപ്പാദിപ്പിക്കുവാൻ ഹല്ലേലൂയ മരിക്കുന്നവരാ. സ്തോത്രം. ഞാൻ ദൈവത്തിന് മഹത്വം കൊടുക്കുകയാ. സ്തോത്രം. അപ്പോൾ ഈ തേജസ്സിന്റെ സുവിശേഷം നിന്റെ അകത്ത് കയറാതിരിക്കാൻ, നിന്റെ അകത്ത് പ്രകാശം വന്നാൽ, ഞാനൊരു കാര്യം പറയാം, ഈ തേജസ്സിന്റെ പ്രകാശം, സുവിശേഷ പ്രകാശം നിന്റെ അകത്ത് വന്നാൽ നിന്റെ കയ്യ് പാപം ചെയ്യാൻ ഭയപ്പെടും. യെസ്. അതുകൊണ്ടാ പൗലോസ് പറഞ്ഞത്, തിമോത്തിയോസേ, മൂപ്പന്മാരാൽ നിനക്ക് ലഭിച്ച കൃപാവരം എന്റെ കൈവപ്പ് കൊണ്ട് ജ്വലിപ്പിക്കുന്ന കാര്യത്തെ കുറിച്ച് പൗലോസ് പറഞ്ഞത്. ഹല്ലേലൂയ. പൗലോസിന്റെ കരം പാപത്തെ വിലക്കുന്നതായിരുന്നു, പാപത്തിന് തടങ്കലിടുന്നതായിരുന്നു. അതുകൊണ്ട് തൊട്ടപ്പം കൃപാവരം ജ്വലിച്ചത്. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഇന്ന് രാത്രിയിൽ എന്റെ വചന ശുശ്രൂഷയുടെ മുൻപോട്ടുള്ള ഭാഗത്തേക്ക് ഞാൻ ഹല്ലേലൂയ കടന്നു പോകട്ടെ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. തേജസ്സുള്ള സുവിശേഷത്തിന്റെ പ്രകാശം യോഹന്നാനിലേക്ക് കടന്നു വന്നപ്പോൾ സ്വർഗത്തിലെ ദൈവം, സ്തോത്രം, യോഹന്നാന് ഒരു ദൂത് കൊടുക്കുകയാ. 7 സഭകൾക്ക് സ്തോത്രം ദൂത് കൊടുക്കുവാനുള്ള ഒരു ആഹ്വാനം യോഹന്നാന് ലഭിക്കുകയാ. സ്തോത്രം. 7 സഭകളെ കുറിച്ച് നാം പഠിക്കുമ്പോൾ 5 സഭകളോട് പരിശുദ്ധാത്മാവ് പറയുന്ന ഒരു പദമുണ്ട്, മാനസാന്തരപ്പെടുക. പത്രോസും ഇതേ മെസ്സേജ് തന്നെ പ്രസംഗിച്ചത്, മാനസാന്തരപ്പെടാൻ. പക്ഷെ പത്രോസ് പ്രസംഗിച്ചത് വിശ്വാസികളോടല്ല, അവിശ്വാസികളോടാ പത്രോസ് പ്രസംഗിച്ചതെങ്കിൽ വെളിപ്പാട് പുസ്തകത്തിൽ മാനസാന്തരപ്പെടാൻ പറയുന്നത് അവിശ്വാസികളോടല്ല, സഭയ്ക്കകത്തിരുന്ന് ആരാധിക്കുന്ന ദൈവമക്കളോടാ ദൈവാത്മാവ് ദൂത് പറയുന്നത്. സ്വന്തം. അപ്പോൾ 7 സഭകളിൽ 5 സഭകൾക്ക് പറഞ്ഞു, സ്തോത്രം, ഹല്ലേലൂയ, മാനസാന്തരപ്പെടണം. എന്നാൽ 7 സഭകളോടും പറഞ്ഞ ഒരു കാര്യമുണ്ട്, നിങ്ങൾ ജയിക്കണം. യെസ്, ഹല്ലേലൂയ. ഞാനൊരു കാര്യം പറയാം,
ഈ മാനസാന്തരം എന്ന് പറയുന്നത് സിഗരറ്റ് മാറ്റി ബീഡിയാക്കുന്നതല്ല. ആമേൻ, പ്രൈസ് ദി ലോർഡ്. സിനിമാ തിയേറ്ററിൽ ഇരുന്ന് സിനിമ കാണുന്നത്, വീട്ടിലെ കൊച്ചു ടിവിയിൽ ഇരുന്ന് കാണുന്നതല്ല മാനസാന്തരം. കേട്ടോ, ഞാൻ വളരെ വ്യക്തമായിട്ട് പറയാം. ഈ ഇന്ന് പലരും യേശുവിന്റെ മുകളിൽ സ്വർഗമന അഭിഷേകം പകർന്നതിനൊരു കാരണമുണ്ട്. 2 കാരണമാണ്. 1, യേശു നീതിയെ ഇഷ്ടപ്പെട്ടു. 2, പാപത്തെ വെറുത്തു. ഇന്ന് നമ്മളൊക്കെ ചെയ്യുന്നത് പാപം അവോയ്ഡ് ചെയ്യും, പാപത്തെ വെറുക്കാറില്ല. പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. ഉദാഹരണം പറയാം. ഒരു പഴുത്തളിഞ്ഞ കൈയുള്ള ഒരു കുഷ്ഠരോഗിയുടെ കയ്യിലിരിക്കുന്ന ആപ്പിളിന് സമാനമായി പാപത്തെ വെറുക്കുന്നവന്റെ മുകളിൽ ദൈവത്തിന്റെ അഭിഷേകം പകരപ്പെടുന്നത്. പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമ്മളൊക്കെ പാപം ചെയ്യുന്നതിന്റെ കാരണം പറയാം. സുധാകരമായിട്ട് ഇന്ന് വിശ്വാസി ലോകത്തിൽ വ്യഭിചാരം ചെയ്യാത്തതിനൊരു കാരണമുണ്ട്. വ്യഭിചാരം പാപമാണെന്ന് അറിഞ്ഞുകൊണ്ടല്ല. വ്യഭിചാരത്തിന് സ്വന്തം ഭാര്യയിൽ വിശ്വസ്തനല്ലാതെ വല്ലയിടത്തും പോയാൽ എയ്ഡ്സ് രോഗം പിടിക്കുമെന്ന് പേടിച്ച സ്തോത്രം ഇന്ന് പലരും വ്യഭിചാരം ചെയ്യാത്തത്. സ്തോത്രം. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. ഹല്ലേലൂയ. എനിക്ക് പല വ്യക്തികളെയും വിശ്വാസി ലോകത്തിൽ എനിക്കറിയാം. അവർ വ്യഭിചാരത്തെ വെറുക്കുന്നത് കൊണ്ടല്ല വ്യഭിചാരത്തിന് പോകാത്തത്. ഹല്ലേലൂയ. ശരീരത്തിലേക്ക് എയ്ഡ്സ് വന്നാൽ നാറും, ആൾക്കാര് ആക്ഷേപിക്കും എന്ന് ഭയപ്പെട്ട ഹല്ലേലൂയ ഇന്ന് പലരും വ്യഭിചാരം ചെയ്യാത്തത്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഹല്ലേലൂയ. ഇവിടെ 7 സഭകളോട് ദൂത് പറയുമ്പോൾ 5 സഭകളോട് പറയുക മാനസാന്തരപ്പെടണം. പക്ഷേ അവരുടെ തുടക്ക ഭാഗങ്ങളൊക്കെ വായിച്ചു കഴിഞ്ഞാൽ കൊള്ളരുതാത്തവരെ സഹിക്കാത്തതും അവർ സഹിഷ്ണുതയുള്ള ഒത്തിരി ഗുണങ്ങൾ പറഞ്ഞിട്ട് അവസാനം പറയുകയാ മാനസാന്തരപ്പെടണം. ഇന്നു രാത്രിയിൽ നമ്മളോടൊക്കെ ദൈവാത്മാവ് വളരെ ശക്തമായിട്ട് ഇടപെടുകയാ. സ്വത്രം. നമ്മളൊക്കെ ചിന്തിക്കുന്ന ആഹാരത്തിന് ആഹാരം, വസ്ത്രത്തിന് വസ്ത്രം, സഞ്ചരിക്കാൻ ബെൻസ് കാറ്, അല്ലെങ്കിൽ 2 നില കെട്ടിടം, രോഗമില്ലാത്ത ജീവിതം, കൊറോണ വരുന്നില്ല. ഹല്ലേലൂയ. ഇനി ഒരു കാര്യം മാത്രം ചെയ്താൽ മതി, കർത്താവിന്റെ കാഹളധ്വനി ഒന്ന് കേട്ടാ മതി, ഞാൻ പോകാമെന്ന് പലരും ധരിച്ചിരിക്കുകയാ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ വചനം പറയുന്നു, അല്ല, അവൻ ആഗ്രഹിച്ചതൊക്കെയും അവൻ അവർക്ക് കൊടുത്തു. അവന്റെ പ്രാണന് ജയം വരുത്തി. രാത്രിയിൽ സ്തോത്രം ഈ സഭകളോട് കർത്താവ് ദൂത് പറയാനുള്ള കാരണം, മാനസാന്തരപ്പെടാൻ കാരണം, ഇവർക്കൊരു സ്വയം സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. എന്താണെന്നറിയാമോ? മക്കൾ അമേരിക്ക, നല്ല പഠിത്തമുള്ള മക്കൾ, 2 മക്കൾ ഡോക്ടർമാർ. ഹല്ലേലൂയ. വസ്ത്രത്തിന് കുഴപ്പമില്ല, ആഹാരത്തിന് കുഴപ്പമില്ല, വീടിന് കുഴപ്പമില്ല. ഒരു പോക്കറ്റിൽ ഒരു ഐഫോൺ, മറ്റൊരു പോക്കറ്റിൽ മറ്റൊരു ഐഫോൺ. ഹല്ലേലൂയ. ഇതെല്ലാം വാരിക്കൂട്ടി കിട്ടുമ്പോൾ അവൻ ചിന്തിക്കുന്നത് ഞാൻ ഓക്കയാ. ഹല്ലേലൂയ. ഇനി ഇവനിക്ക് കാഹളത്തിന്റെ ധ്വനി കേൾക്കാൻ മാത്രമേ ഉള്ളൂ എന്ന് ഇന്ന് രാത്രി ചിന്തിക്കുന്ന മനുഷ്യ, നീ മൂഢന. നിന്നോടായി ദൈവത്തിന്റെ ആത്മാവ് വളരെ ശക്തമായി ഇന്ന് രാത്രി ദൂത് പറയുകയാ, മാനസാന്തരപ്പെടുക. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം, സ്തോത്രം. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ചിലരുടെ ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാകാത്തതിന്റെ കാരണം ഇതാണ്. തോറ്റുപോയ, പരാജയപ്പെട്ട ജീവിതത്തിൽ തൃപ്തിപ്പെട്ട് സ്തോത്രം ഓരോ ദിവസവും കഴിഞ്ഞു പോകുന്നത് കൊണ്ടാ നിന്റെ ജീവിതത്തിൽ ആത്മീക മുന്നേറ്റം ഉണ്ടാകാത്തത്. സ്തോത്രം. ഒരു കുറവ് വന്നാ പറയും മോശ കോപിച്ചില്ലയോ? സ്തോത്രം.
ഹല്ലേലൂയ, സ്തോത്രം. എന്തെങ്കിലും ദേശത്തിൽ പറഞ്ഞാൽ പറയും യേശു കർത്താവ് ചാട്ടവാറെടുത്തില്ലയോ? സ്തോത്രം, 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 സ്തോത്രം. ഹല്ലേലൂയ. എന്തെങ്കിലും കള്ളത്തരം കാണിച്ചാൽ പറയും ആഹാം മോഷ്ടിച്ചില്ലയോ? പ്രൈസ് യു ജീസസ്. ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം. എന്തെങ്കിലും കുറവുകൾ വന്നാൽ ആ കുറവുകളെ വചനവുമായി കമ്പയർ ചെയ്ത് തോറ്റ നിന്നോടായി ദൈവാത്മാവ് പറയുന്നു, തോറ്റ് 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 നിന്റെ നിത്യത നഷ്ടപ്പെടുമെന്ന് ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് രാത്രിയിൽ വളരെ ശക്തമായി ആലോചന പറയുകയാ. പ്രൈസ് ലോർഡ്. സ്തോത്രം. ദൈവത്തിന്റെ മഹത്വം ഉണ്ടാകട്ടെ. ദൈവത്തിന്റെ വചനം വല്ലപ്പോഴും ഒക്കെ വായിക്കുമ്പോൾ കിട്ടുന്നതെല്ലാം പ്രൈസ് ദി ലോർഡ് സ്വയം ന്യായീകരണത്തിന്, നീതീകരണത്തിന് ഹല്ലേലൂയ നീ വെച്ചുകൊണ്ട് ജീവിക്കുമ്പോൾ ഇന്നു രാത്രി ദൈവാത്മാവ് വിളിച്ചു പറയുകയാ, സ്തോത്രം, നിന്റെ നിത്യത ഇങ്ങനെ നഷ്ടപ്പെടുമെന്ന് ദൈവാത്മാവ് ശക്തമായി ഇന്നു രാത്രിയിൽ ദൂത് പറയുകയാ. പ്രൈസ് ദി ലോർഡ്. എന്റെ കാര്യങ്ങൾ നടക്കുന്നു, വാടക അടയ്ക്കാൻ പൈസ ഉണ്ട്, എനിക്കൊന്നിനും കുഴപ്പമില്ല. പ്രൈസ്. എന്തോലും കുറവ് വന്നാൽ ദൈവവചനവും എടുത്ത് ന്യായീകരിക്കുന്ന ആരെങ്കിലും ഇന്ന് രാത്രിയിൽ ഈ വചനം കേൾക്കുന്നെങ്കിൽ ആത്മാവ് വിളിച്ചു പറയുകയാ, ആ ഗോതമ്പ് മണിയെ പോലെ അല്ലേ എന്നും നീ ഒരു മണിയായി ഒരു മണിയായി നീ ഇരിക്കത്തേ ഉള്ളൂ. മറിച്ച് ഇന്ന് രാത്രിയിൽ ചാകാൻ തയ്യാറാണെങ്കിൽ ഹല്ലേലൂയ നിന്നിലൊരു വർധന ഉണ്ടാകുമെന്ന് ദൈവാത്മാവ് ശക്തമായിട്ട് ഇടപെടുകയാ. നമ്മൾ എന്തിലേക്കാ മാനസാന്തരപ്പെടണ്ടേ? ഒന്ന്, ഞാൻ ഓക്കെ ആണെന്നുള്ള ഒരു മനോഭാവം ഉണ്ടല്ലോ. ഇതിനിടയ്ക്ക് ഒരു ദൈവദാസനോട് പ്രസംഗിക്കാൻ വന്നവൻ പറഞ്ഞു, സ്വത്ര അവൻ വ്യഭിചാരി, അവൻ മഹാപോക്ക, അത്രയൊന്നും ഞാനില്ലാത്തത് കൊണ്ട് ഞാൻ ഓക്കെയാണെന്ന് പറഞ്ഞ് ആരാധിക്കുന്ന കള്ള സ്വന്തം ആരാധിക്കുന്ന പമ്പര വിട്ടി ഇന്നു രാത്രി ദൈവാത്മാ പറയുകയാ, നീ മാനസാന്തരപ്പെടണം. സ്വന്തം ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. പ്രൈസ് യു ജീസസ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വന്തം ഒന്ന്, ഞാൻ ഇനിയും എനിക്കൊരു മാനസാന്തരം ആവശ്യമില്ല, ഞാൻ ഓക്കെയാ. പ്രൈസ് ദി ലോർഡ്. കുടുംബ പ്രാർത്ഥന എന്നെ നടക്കുന്നുണ്ട്, വചനം വായന നടക്കുന്നുണ്ട്, ആരാധന ഹാളിൽ പോകുന്നുണ്ട്, കൊടുക്കുന്നുണ്ട്, വാങ്ങുന്നുണ്ട്. ഇന്ന് രാത്രിയിൽ തൃപ്തിപ്പെട്ടിരിക്കുന്ന നിന്നോടായി ദൈവാത്മാവ് പറയുകയാ, ഞാൻ എപ്പോഴും എന്റെ കർത്താവിന്റെ പാദപീഠത്തിൽ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഇരിക്കുമ്പോൾ ഞാൻ പറയുന്ന ഒരു പദമുണ്ട്, ഈ ലോകത്തിലുള്ള ഏത് വ്യഭിചാരിയെക്കാളും, ഈ ലോകത്തിലുള്ള ഏത് ആതങ്കവാദിയെക്കാളും, ഈ ലോകത്തിലുള്ള ഏത് തീവ്രവാദിയെക്കാളും ഞാൻ ഒട്ടും കർത്താവേ മെച്ചമുള്ളവനല്ലപ്പാ എന്ന് പറഞ്ഞു ദൈവത്തിന്റെ പാദപീഠത്തിൽ നെടുമ്പാട് വീഴുമ്പോഴാ അവൻ തന്റെ സാന്നിധ്യം നമ്മുടെ മേൽ ഇറക്കി വിടുന്നത്. സ്തോത്രം, 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 സ്തോത്രം. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. രണ്ടാമത്, പരാജയപ്പെട്ടതായ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ ഒരു ജയത്തിനു വേണ്ടി ഈ നാളുകളിൽ മാനസാന്തരപ്പെടണം. ഞാന് ബാംഗ്ലൂരിൽ ഒരു ശുശ്രൂഷയ്ക്ക് കടന്നുപോയപ്പോൾ ആ ദൈവസഭ സഭയുടെ പേരെന്ന് പറയുന്നില്ല, ബാംഗ്ലൂരിലെ എന്നെ സ്നേഹിക്കുന്ന മാത്യു വർഗീസ്, പ്രൈസ് ദി ലോർഡ്, ദുബായിൽ ഇതിനകത്ത് ചേരുന്നുണ്ട്. ഞാൻ സഭ പറയുന്നില്ല. പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. ഞാൻ അവിടെ 3 ദിവസം ശുശ്രൂഷയ്ക്ക് കടന്നു ചെന്നപ്പോൾ ആ ദൈവസഭയിലെ പ്രൈസ് ആൻഡ് വർഷിപ്പ് ചെയ്യുന്ന മനുഷ്യന്റെ പ്രൈസ് ആൻഡ് വർഷിപ്പ് കണ്ടപ്പോൾ ഞാൻ അങ്ങ് റൈസ് ആൻഡ് വർഷിപ്പിലേക്ക് മാറി. ഇത്ര വലിയ ആരാധന, സ്വന്തം. അവിടെ ഇരിക്കുന്ന കൊച്ചു കുഞ്ഞുങ്ങൾ പോലും മുട്ടുമേൽ നിന്ന് കൈയടിച്ച് അടിച്ചു പൊട്ടിക്കുക. കസേരയിരുന്ന ഞാൻ പോലും സ്വത്രം നിലത്ത് കുത്തുന്ന നിലവാരത്തിൽ ആരാധന നടന്നതിന് ശേഷം പ്രസംഗിപ്പാനായി ഞാൻ എഴുന്നേറ്റപ്പോൾ ഞാൻ ദൈവസന്നിധിയിൽ വിളിച്ചു പറയട്ടെ, എന്നോട് കർത്താവ് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു, ഇവന്റെ ഈ ആരാധന സ്വത്രം, ഇവൻ ഫേക്കാ, ഇവൻ കള്ളനാ, ഇവൻ ഫലേറിയ ദൈവസന്നിധി നേരുള്ളവനല്ല, ഇവന്റെ ഹൃദയം ശരിയല്ല എന്ന് പറഞ്ഞപ്പോൾ എന്റെ മനസ്സിലൊരു അലാഹം വന്നു. ദൈവമേ, ഇതങ്ങനെ സംഭവിക്കും? ഈ ആരാധന ഹാളിനെ ഹല്ലേലൂയ സ്തോത്രം ഇളക്കി മറിക്കുന്ന ആരാധനയുള്ള ഈ മനുഷ്യനെ കുറിച്ച് പിശാചോ പറഞ്ഞു തരുന്നേ? എനിക്കാകെ കൺഫ്യൂഷനായി. ഞാൻ അന്നെടുത്ത വചനം പ്രസംഗിക്കാൻ എടുത്തപ്പോൾ
എന്റെ ഹൃദയത്തിലേക്ക് ദൈവാത്മ പറഞ്ഞു, അങ്ങനെ തന്നെ. ഞാൻ പതുക്കെ എന്റെ പുസ്തകം മടക്കി വെച്ചു, ജനത്തോട് പറഞ്ഞു, പാട്ടുപാടാൻ പറഞ്ഞു. ജയം ജയം ഹല്ലേലൂയ പാട്ടുപാടി ആരാധിച്ചുകൊണ്ടിരുന്നപ്പോ ആരും കേൾക്കേണ്ടതെന്ന് പറഞ്ഞുകൊണ്ട് പതുക്കെ ഈ സഹോദരന്റെ ചെവിയിലോട്ട് എന്ന് പറഞ്ഞു, സ്വത്രം മോനെ, നിന്റെ കള്ള ആരാധന ഇവിടെ അവസാനിപ്പിച്ചോ, അല്ലെങ്കിൽ നിന്റെ മേൽ ദൈവത്തിന്റെ ന്യായവിധി വരോ. അല്ലേ, മല മോഷ്ടിക്കരുതെന്ന് പറഞ്ഞിട്ട് ഹല്ലേലൂയ അമ്പലത്തെ കയറി വിഗ്രഹം മോഷ്ടിക്കുന്ന നിന്നെ ദൈവം വിടത്തില്ലെന്ന് പറഞ്ഞു. ഞാൻ ആരും അറിയേണ്ടെന്ന് ചെവി പോയി പറഞ്ഞതാ. ഈ പുള്ളിക്കാരി എന്റെ അമ്മോന്ന് പറഞ്ഞുകൊണ്ട് ഒരു കൂക്കുവിളിയോടുകൂടെ മുമ്പോട്ട് കവന്നടിച്ചു വീണു. സ്തോത്രം. മീറ്റിംഗ് കഴിഞ്ഞപ്പോൾ എന്നെ ആ ചർച്ചിന്റെ പുറത്തുവശത്തുള്ളതായ ആ റൂമിലേക്ക് കൊണ്ടുപോയിട്ട് എന്നോട് പറഞ്ഞു, പാസ്റ്റങ്ങളെ, ഇതുവരെ അനേകർ ഇവിടെ വന്നു, ഇവന്റെ എല്ലാ കണ്ണ് ഞാൻ മണ്ണ് വാരിയിട്ട്, സ്തോത്രം, പാടി ആരാധിച്ച് മണ്ണ് വാരിയിട്ട് ദൂതനെ ഞാൻ മറച്ചു. എന്നോട് പറഞ്ഞതറിയാമോ, പീസിനാക്കിൽ ഞാൻ പാടും. ഹല്ലേലൂയ, ഓസ്ട്രേലിയ മെൽബോർണിൽ നീ ഒരു വിഷയമായി മാറും. സ്തോത്രം. എന്റെ ഹല്ലേലൂയ പാപത്തെ കുറിച്ച് ഒരുത്തനെയും വെളിപ്പെടുത്തുവാൻ ഞാൻ അനുവദിച്ചില്ല. കാരണം എന്നിൽ വ്യാപരിക്കുന്ന ദുഷ്ടാധിപത്യം എല്ലാ ദൈവദാസന്മാരുടെ കണ്ണിൽ മണ്ണുവാരിട്ടു. അദ്ദേഹം എന്നോട് പറഞ്ഞ ഒരു കാര്യമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഒരു വലിയ പ്രൈസ് ദി ലോർഡ് IT കമ്പനിയുടെ വലിയ ഒരു ഉദ്യോഗസ്ഥനായിരിക്കുന്ന ആ മനുഷ്യൻ ദൈവസഭയ്ക്ക് നല്ലൊരു ദശാംശം കൊടുക്കും. എന്നിട്ടും സ്തോത്രം, അതിന്റെ രജിസ്റ്ററിൽ അൺനോൺ, ആരോടും പറയണ്ട, നല്ല വേറൊരു സംഖ്യ കൂടെ കൊടുത്ത് ദൈവദാസനെ വാരിക്കോരി കുടക്കുമ്പോൾ അദ്ദേഹത്തിന്റെ വായും അടപ്പിച്ചിട്ട് അദ്ദേഹനോട് പറഞ്ഞൊരു കാര്യമുണ്ട്, പാസ്റ്ററെ, ഞാൻ നല്ലൊരു IT കമ്പനിയിൽ ജോലിയാ, എനിക്കിഷ്ടം, എന്റെ ഇന്റർനെറ്റിന്റെ സ്പീഡ് നല്ല സ്പീഡാ. എന്റെ പരിപാടി എന്താണെന്നറിയാമോ, സകല ഫോൺ അല്ലെങ്കിൽ സൈറ്റിൽ കടന്നുപോയി സകല പിക്ചറുകളും നഗ്ന ചിത്രങ്ങളും സ്റ്റില്ലെടുത്തിട്ട് മൂവിയായിട്ട് പല രാജ്യങ്ങളിലേക്ക് അയക്കുന്ന പരിപാടിയാ എനിക്ക്. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. രാത്രി വളരെ ശക്തമായി ദൈവാത്മാവ് ഇടപെട്ട് പറയുകയാ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഞാൻ പറഞ്ഞു, മോനെ, ഇനിമേലാൽ ആവർത്തിക്കരുത്. നിന്റെ ധനം, ഹല്ലേലൂയ, യേശുവിനെ ഒറ്റിക്കൊടുത്ത ധനം, ഹല്ലേലൂയ, മന്ദിരത്തിൽ കൊണ്ട് യൂദ എറിഞ്ഞെങ്കിലും ദൈവ സന്നിധിയിലെ ട്രഷറായിരുന്ന യൂദ ധനസഞ്ചിയിൽ നിന്ന് അടിച്ചു മാറ്റിയ ധനം കൊണ്ട് ഒരു സ്ഥലം മേടിച്ചെന്ന അപ്പോസ്തല പ്രവർത്തികളെ വായിക്കുന്ന. സ്തോത്രം. അവിടെ പോയി തൂങ്ങിച്ചെന്നാ പറയുന്നത്. ഞാനിങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്, മഹാപുരോഹിതന്മാരുടെ അടുക്കലേക്ക് പൈസയെ വലിച്ചെറിഞ്ഞിട്ട് ഉള്ളി ഉടൻ തന്നെ അവര് പോയി സ്ഥലം മേടിച്ചെന്നാണോ അതിന്റെ അർത്ഥം? അവൻ നേരത്തെ അടിച്ചു മാറ്റിയ ധനം കൊണ്ട് ഒരു സ്ഥലം മേടിച്ച് അവിടെ പോയി തൂങ്ങി മരിച്ചെങ്കിൽ ഈ കൊടുക്കുന്ന ദൈവദാസന്മാർക്ക് കൊടുക്കുന്ന സകല ധനവും നിനക്ക് നന്മയ്ക്കായിട്ടല്ല, ന്യായവിധിക്ക് കാരണമായി തീരുമെന്ന് വളരെ ശക്തമായി പറഞ്ഞപ്പോൾ ഞായറാഴ്ച ദിവസം പുള്ളി പരസ്യമായിട്ടൊരു കാര്യം പറഞ്ഞു, ഇനിയും ദൈവം എനിക്കൊരു കൺഫർമേഷൻ തരുന്നത് വരെ ഞാൻ ഇനി മേല പാട്ട് പാടുന്നില്ല. ഞാൻ ഈ കഴിഞ്ഞ ഇടയ്ക്കും വിളിച്ചു ചോദിച്ചു, ആ പുള്ളി ഇന്നും പാട്ട് പാടുന്നില്ല. പ്രൈസ് ദി ലോർഡ്. ഞാൻ വിളിച്ചതിന്റെ താല്പര്യം, പരാജയപ്പെട്ട ജീവിതത്തിൽ ഇന്നു രാത്രിയിൽ ഒരു വിജയം ഉണ്ടാകുവാൻ ഹല്ലേലൂയ ദൈവമക്കളോട് ശക്തമായി ഇന്ന് ആലോചന പറയുകയാ. ഏതെങ്കിലും ദൈവദാസന്മാരുടെ മക്കൾ ഇന്നു രാത്രിയിൽ അപ്പൻ ശുശ്രൂഷിച്ച് വിശ്വാസികൾ കൊണ്ടുവരുന്ന ദശാംശത്തിൽ ഹല്ലേലൂയ അതേ ചാർജ് ചെയ്യപ്പെട്ട വൈഫൈയിലൂടെ സിനിമ കാണുന്ന ആരെങ്കിലും, ഡൗൺലോഡ് ചെയ്യുന്ന ആരെങ്കിലും ഇന്ന് രാത്രിയിൽ കേൾക്കുന്നെങ്കിൽ ദശാംശത്തിലൂടെ നിന്റെ ഭവനത്തിലേക്ക് ന്യായവിധി കടന്നു വരും. ഞാൻ കണ്ടത്, ഞാന് സ്വത്രം ചങ്ങനാശ്ശേരിയിൽ ശുശ്രൂഷയ്ക്ക് പോകുമ്പോൾ അച്ഛനും ഉമ്മയെ നല്ല പ്രാർത്ഥിക്കുന്നവരാ, കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്നവരാ. ആ കണ്ണുനീരിന്റെ ഫലമായി മക്കളും ദൈവസന്നിധിയിൽ ആത്മീയരാണെന്ന് തോന്നും. ശനിയാഴ്ച രാത്രിയിൽ ശുശ്രൂഷ കഴിഞ്ഞിട്ട് അച്ഛാ നമുക്ക് കുറച്ചു നേരം പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞ് മുഴങ്കാൽ മടക്കിയപ്പോൾ ദൈവാത്മാവിനോട് പറഞ്ഞു, സ്തോത്രം, ദൈവസഭയിൽ ഹൃദംപാടടിക്കുന്നവന്റെ പ്രൈസ് ദി ലോർഡ്, സ്തോത്രം, ലാപ്ടോപ്പ് ഒന്ന് പരിശോധിക്കാൻ. സ്തോത്രം. ലാപ്ടോപ്പ് പരിശോധിച്ച്
സ്തോത്രം. ലാപ്ടോപ്പ് തുറക്കാൻ പറഞ്ഞപ്പോ പുള്ളി പറയാ, അച്ഛാ ഈ ചർച്ചിലുള്ളവരൊക്കെ മഹാപോക്ക, എല്ലാവരും വന്ന് ഈ ലാപ്ടോപ്പ് നശിപ്പിച്ചിട്ടിരിക്കുക, ഞാനതുകൊണ്ട് ലോക്ക് ഇട്ടേക്കുക. ഞാൻ പറഞ്ഞു ലോക്ക് തുറക്കുമോനെ. സ്തോത്രം. അവൻ ലോക്ക് തുറന്നു. ലോക്ക് തുറന്നപ്പോ ഞാൻ പറഞ്ഞു ഡി, സ്തോത്രം തുറക്കാൻ പറഞ്ഞു. ഡി തുറക്കാൻ പറഞ്ഞു. ഡി തുറന്നപ്പോ കാണാം ക്രിസ്ത്യൻ ഓൾഡ് ആൽബം സോങ്സ്. ഞാൻ പറഞ്ഞു നല്ല പാട്ട്, തുറക്കടാന്ന് പറഞ്ഞു. അത് തുറന്നപ്പോ നോക്കിയപ്പം 612 ചെല്ലുവാനും മലയാള സിനിമ HD ക്ലാരിറ്റിയിൽ യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി ദൈവ സഭയ്ക്കകത്തിരുന്ന് പരമാർത്ഥത വിളിച്ചു പറയുമ്പോൾ ഹല്ലേലൂയ, ഓൾഡ് ക്രിസ്ത്യൻ ആൽബത്തിന്റെ അകത്ത് 612 ചെല്ലുവാനും ഹല്ലേലൂയ സിനിമ ഡൗൺലോഡ് ചെയ്തത് പാസ്റ്റർ വീട്ടിൽ നിന്ന് തേങ്ങ ഹല്ലേലൂയ വിറ്റ പൈസ കൊണ്ടുവന്ന പൈസ അല്ല. പാവപ്പെട്ട വിശ്വാസികൾ കഷ്ടപ്പെട്ടുകൊണ്ട് വന്ന ദശാംശത്തിന്റെ ഓഹരിയെടുത്ത് BSNL ബ്രോഡ്ബാൻഡ് മേടിച്ച് രാത്രി കിടക്കാൻ നല്ല HD ക്ലാരിറ്റിയിൽ ഡൗൺലോഡ് ചെയ്യുന്ന പരമകള്ള ഇന്ന് രാത്രി ദൈവാത്മാവ് വിളിച്ചു പറയുകയാ, ചത്ത ജീവിതത്തിൽ ഇന്ന് രാത്രിയിൽ മാനസാന്തരം ഉണ്ടാകട്ടെ. സ്തോത്രം. ഹല്ലേലൂയ. ഇനിയും നാം ഇനി എത്ര നന്നായിട്ട് ജീവിച്ചാലും പിശാചിനൊരു കുഴപ്പമുണ്ട്. വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായം 9-10 വായിക്കണേ. വെളിപ്പാട് പുസ്തകം 9-ന്റെ 9-ും 10. ഭൂതലത്തെ മുഴുവനും തെറ്റിച്ചു കളയുന്ന പിശാചും സാത്താനും എന്ന മഹാസർപ്പമായ പഴയ പാമ്പിനെ ഭൂമിയിലേക്ക് തള്ളിക്കളഞ്ഞു, അവന്റെ ദൂതന്മാരെയും അവനോടുകൂടെ തള്ളിക്കളഞ്ഞു. രാത്രി ഒരു കാര്യം മനസ്സിലാക്കിക്കോണം, നമ്മൾ 10 മിനിറ്റ് പ്രാർത്ഥിക്കുമ്പോൾ പിശാച് 24 മണിക്കൂറും തന്റെ പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുകയാ. എന്താ പ്രവൃത്തി എന്നറിയാമോ? ഭൂലോകത്തെ തെറ്റിക്കുവാൻ അവൻ ഓരോരോ മാർഗം ഇന്നു രാത്രിയിൽ മെനച്ചുകൊണ്ടിരിക്കുകയാ. ഇന്ന് ശക്തിയായി പ്രസംഗിക്കുന്നവനെ നാളെ കൂച്ചുവലങ്ങിടുവാൻ, യെസ്, നാളെ അവനെ കൃപയിൽ നിന്ന് വീഴ്ത്തിക്കളയുവാൻ സാത്താൻ തെറ്റിക്കുന്ന തന്ത്രവുമായി ഈ രാത്രിയിൽ മുന്നേറുമ്പോൾ എന്നെ കേൾക്കുന്ന വാത്സല്യ ദൈവത്തിന്റെ മക്കളെ, മാനസാന്തരപ്പെട്. ഇനിയും മാനസാന്തരപ്പെടുന്ന എങ്ങനെ ഒന്ന് ജോജി, ഇതിനകത്തൊരു ചാറ്റിന്റെ ഒരു സ്തോത്രം, ഒരു സ്ക്രീൻ വന്ന് കിടക്കുന്നു. സ്തോത്രം, ഒന്ന് മാറ്റാമോ? എനിക്ക് കാണാൻ കഴിയുന്നില്ല. പ്രൈസ് യു ജീസസ്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ മാനസാന്തരം എന്ന് പറയുന്നത് സ്തോത്രം, ദൈവത്തിന്റെ വചനം നാം പഠിക്കുമ്പോൾ നമുക്ക് കാണുന്നത് ഞായറാഴ്ചയാ പലരും മാനസാന്തരപ്പെടുന്നത്. ശനിയാഴ്ച വൈകിട്ട് തൊട്ടങ്ങ് ആവലാതിയ, ഞായറാഴ്ച സാക്ഷ്യം പറയാ, വചനം തപ്പുന്നതെല്ലാം സഭയെ പറഞ്ഞു കഴിഞ്ഞാൽ ആരെ ബലപ്പെടുത്തുന്ന വാക്യമേല. സ്തോത്രം. ഇന്ന് പല വ്യക്തികളും ശനിയാഴ്ച രാത്രിയില ആത്മീയം പുതുക്കുന്നത്. എന്തിനാണെന്നറിയാമോ? ഞായറാഴ്ച സാക്ഷ്യം പറയാം, ഓ ഞായറാഴ്ച ഒരു പാട്ട് പാടാൻ, ആമേൻ, ഞായറാഴ്ച ഒരു പ്രബോധിപ്പിക്കാനാ. വെള്ളിയാഴ്ച വരെ സകല പാപവും ചെയ്തിട്ട് ശനിയാഴ്ച രാത്രിയിൽ പ്രൈസ് ദി ലോർഡ് ആത്മീക പുതുക്കുന്ന ദൈവത്തിന്റെ പൈതലെ, ഇന്നു രാത്രിയിൽ ദൈവാത്മാവ് പറയുകയാ, പിശാച് നിന്നെ തെറ്റിച്ചു കളയോ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. ഹല്ലേലൂയ. മാനസാന്തരം എന്ന് പറഞ്ഞാൽ എന്തോന്നറിയാമോ? ഒരു ഇടയന് 100 ആടുണ്ടായിരുന്നു. ആടുകള് ഒന്ന് കാണാതെ പോയപ്പോൾ ആ ഇടയൻ 99 വിട്ടിട്ട് പോയത് ധൈര്യത്തോടാ. അതിന്റെ കാരണം താഴെ എഴുതിയിട്ടുണ്ട്. എന്താന്നറിയാമോ? മാനസാന്തരം കൊണ്ട് ആവശ്യമില്ലാത്ത 99 ആടുകൾ എന്താ ഓരോ മൈക്രോ സെക്കൻഡിലും മാനസാന്തരപ്പെടുന്ന ദൈവ പൈതലിനെതിരായി ശത്രുവിനൊരു കുറ്റവും പറയാൻ കഴിയത്തില്ല. സ്വത്രം. ഞാൻ ചിന്തിച്ചു, കർത്താവേ, ആ ഇടയൻ 99 കളഞ്ഞിട്ട് 1 പിന്നാലെ പോകുമ്പോ ഈ 99
അടികൊണ്ട് ചാപത്തില്ല, തമ്മിലടിക്കത്തില്ലയോ? എന്നോട് കർത്താവ് പറഞ്ഞു, മോനെ സ്തോത്രം, അവരെ അടിക്കത്തില്ല. കാരണം അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെ, അവർക്ക് മാനസാന്തരത്തിന്റെ ആവശ്യമില്ല. അവർ ഒരു മിനിറ്റിലല്ല, ഓരോ മൈക്രോ സെക്കൻഡിലും തന്നെ കുഞ്ഞാടിന്റെ രക്തത്തിൽ കഴുകി തന്നെ ശുദ്ധീകരിക്കുന്നവർ ആകയാൽ അവർക്ക് മാനസാന്തരം ആവശ്യമില്ല. സ്തോത്രം. അതിന്റെ 10-ാം വാക്യം ഒന്ന് വായിച്ചാണ്, 12-ന്റെ 10-ാം വാക്യം. അപ്പോൾ ഞാൻ സ്വർഗത്തിൽ ഒരു മഹാശബ്ദം പറഞ്ഞു കേട്ടത്, ഇപ്പോൾ നമ്മുടെ ദൈവത്തിന്റെ രക്ഷയും ശക്തിയും രാജ്യവും അവന്റെ ക്രിസ്തുവിന്റെ ആധിപത്യവും തുടങ്ങിയിരിക്കുന്നു. നമ്മുടെ സഹോദരന്മാരെ രാപ്പകൽ ദൈവസന്നിധിയിൽ കുറ്റം ചുമത്തുന്ന അപവാദിയെ തള്ളിയിട്ട് കളഞ്ഞുവല്ലോ. ഞാനൊരു കാര്യം പറയാം, 24 മണിക്കൂറും ഈ സൂം പ്ലാറ്റ്ഫോമിൽ എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലേ, വിശുദ്ധിക്ക് വേണ്ടി പോരാടുന്ന ദൈവ പൈതലേ, നിന്റെ ഒരു കുറ്റം കണ്ടുപിടിക്കുവാൻ പിശാച് 24 മണിക്കൂർ ഉറങ്ങാതെ മയങ്ങാതെ നിന്റെ ചുറ്റിലുണ്ടെന്ന് ഇന്ന് രാത്രിയിൽ ദൈവാത്മാവ് ശക്തമായിട്ട് ഇടപെടുകയാണ്. സ്തോത്രം. സഭാഹോളിൽ നല്ല ഒരു പ്രബോധനമൊക്കെ കൊടുത്തിട്ട് പുറത്തേക്ക് വരുന്ന നിന്നെ പിശാച് നോക്കുന്നുണ്ട് കേട്ടോ. ഹല്ലേലൂയ. എവിടെങ്കിലും ഒരു പാളിച്ച വന്നാൽ ആ പാളിച്ചയുമായി ദൈവത്തിന്റെ സന്നദ്ധിയിൽ പോയി നിനക്കെതിരെ വാദിച്ച് നിന്റെ ശരീരത്തിനകത്ത് ബാധ കൊണ്ടുവരുവാൻ പിശാച് ഇന്ന് രാത്രിയിൽ ശ്രമിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഞാൻ ഒരു കാര്യം പറയാം. യോബിനെ കുറിച്ച് ദൈവം നല്ലൊരു സർട്ടിഫിക്കറ്റ് കൊടുത്തു. എന്റെ ദാസനായ യോബ് നിഷ്കളങ്കൻ, നേരുള്ളവൻ, ദോഷം വിട്ടകലുന്നവൻ, ദൈവത്തെ ഭയപ്പെടുന്നവൻ എന്നൊക്കെ പറഞ്ഞപ്പോൾ സ്തോത്രം, എന്താ സംഭവിച്ചതറിയാമോ? പിശാച് തിരിച്ചൊരു കാര്യം പറഞ്ഞു, ചുമ്മാതാണോ അവൻ നിന്നെ ആരാധിക്കുന്നത്? സ്തോത്രം. ഈ കൊടുത്തിരിക്കുന്നതൊക്കെ ഒന്ന് നീക്കിക്കള, ആരാധന പള്ളി പോവും. പ്രൈസ് ദി ലോർഡ്. ഇന്നു രാത്രിയിൽ എന്റെ ദൈവം പ്രൈസ് ദി ലോർഡ് നല്ലൊരു സർട്ടിഫിക്കറ്റ് ഈ പ്ലാറ്റ്ഫോമിൽ കേൾക്കുന്ന ദൈവ പൈതലെ നിനക്ക് തന്നാലും എന്തെങ്കിലും കണ്ടുപിടിച്ച് നിന്നെ താഴ്ത്തിക്കെട്ടുവാൻ താഴ്ത്തിക്കെട്ടുവാൻ ശത്രു ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണെന്ന് ദൈവാത്മാവ് ശക്തമായിട്ട് ഇടപെടുകയാ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. അപ്പോഴാണ് ദൈവം പറഞ്ഞത്, അങ്ങനെയാണെങ്കിൽ നീ പോയി തൊട്, നമുക്ക് നോക്കാം. പ്രൈസ് ദി ലോർഡ്. തൊട്ടപ്പോഴാ അവനൊരു വാക്യം പറഞ്ഞത്, പ്രൈസ് ദൈവം തന്നു, ദൈവം എടുത്തു, ദൈവത്തിന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്നു രാത്രിയിൽ ഞാൻ പറഞ്ഞതിന്റെ താല്പര്യം, നിന്റെ ചിന്താ മണ്ഡലത്തിലെ മനോഭാവങ്ങൾ പോലും നിന്റെ വാക്കിലൂടെ വരുന്ന വാക്കുകളിലൂടെ ഇന്നു രാത്രിയിൽ പിടിച്ചെടുത്ത് നിനക്കെതിരെ വാദിച്ച് കുറ്റം ചുമത്തി താഴ്ത്തിക്കെട്ടുവാൻ ഇരുട്ടിന്റെ ശക്തി നിന്റെ പുറകിലുണ്ടെന്ന് ദൈവാത്മാവ് ശക്തമായിട്ട് അറിയിക്കുകയാ. എന്നോട് കർത്താവ് പറഞ്ഞ ഒരു കാര്യമുണ്ട്, നീ എത്ര വിശ്വസ്തനായി ജീവിച്ചാലും, നീ എത്ര വിശുദ്ധനായി ജീവിച്ചാലും, ദൈവത്തിന് നിന്നെ കുറിച്ചൊരു കാഴ്ചപ്പാടുണ്ടെങ്കിലും നിന്നെ വല്ല വിധേനയും കർത്താവിൽ നിന്ന് അകറ്റിക്കളയുവാൻ, കർത്തൃ സ്നേഹത്തിൽ നിന്ന് നീക്കിക്കളയുവാൻ ഇരുട്ടിന്റെ ശക്തികൾ, ചെറിയ കുറവുകൾ പോലും കണ്ടുപിടിക്കാൻ നടക്കുമ്പോൾ, എന്നെ കേൾക്കുന്ന വാത്സല്യ ദൈവ പൈതലേ, വിശ്വാസി ബജാറിലൂടെ നടക്കുമ്പോൾ നിന്റെ വസ്ത്രധാരണം ശ്രദ്ധിച്ചോടാം. കാരണം നീ ചർച്ചിൽ പാടുന്നവളായിരിക്കും, നിന്റെ വസ്ത്രധാരണത്തെ പിശാച് സ്വർഗത്തിൽ കൊണ്ടുപോയി ബാധിക്കും. സ്വത്രം. വീട്ടിൽ ഭാര്യയുമായിട്ട് കയർത്ത് സംസാരിക്കുന്ന സ്വത്ര സംസാരത്തിനിടയിൽ നീ പറഞ്ഞ ഒരു ചെറു വാക്കുണ്ടല്ലോ, ആ വാക്കുപോലും സ്വർഗത്തിൽ കൊണ്ട് നിനക്കെതിരെ വാദിച്ചാൽ ദൈവത്തിന് മൗനമായി ഇരിക്കാനേ കഴിയുകയുള്ളൂ എന്ന് ഇന്നു രാത്രിയിൽ വളരെ ശക്തമായി പരിശുദ്ധാത്മാവ് ഇടപെടുകയാണ്. പ്രൈസ് ദി ലോർഡ് ജീസസ്. സ്വത്രം. നമുക്കറിയാം, മോശയുടെ ശരീരത്തെ കുറിച്ച് പിശാച് വാദിച്ചപ്പോൾ ഒരു ദൂഷണ വിധിയും ഉച്ചരിക്കാതെ
മൗനമായിരുന്നൊരു ദൂതനെ അറിയാമോ? എന്താ കാരണമെന്നറിയാമോ? കലഹജലത്തിന്റെ അടുക്കൽ കൽപ്പിക്കാൻ പറഞ്ഞിടത്ത് ദേഷ്യം വരുത്തി അടിച്ച ഒരടിയുണ്ടല്ലോ, ആ അടിയുടെ വിഷയം വെച്ച പിശാച് വാദിക്കുന്നത് ഈ ശരീരം ദൈവത്തിൻ്റെതല്ല. സ്തോത്രം. ഇന്ന് രാത്രിയിൽ വളരെ ശക്തമായി ദൂത് പറയുക. ഇവിടെ ഈ പ്ലാറ്റ്ഫോമിലായിരിക്കുന്ന എത്ര പേരുണ്ടെന്ന് എനിക്ക് കാണാൻ കഴിയുന്നില്ല. എന്തോ ഒരു സ്തോത്രം, ആ ഒരു ചാറ്റ് ബോർഡ് ഇതിനകത്ത് വന്ന് എല്ലാം മറഞ്ഞിരിക്കുക, എനിക്ക് കാണാൻ വയ്യ. എത്ര പേരുണ്ടെന്ന് എനിക്ക് അറിയത്തില്ല. എന്നാൽ ഇന്ന് രാത്രി പറയട്ടെ, നിങ്ങളോട് ഓരോരുത്തരായി പറയുക, നീ എത്ര വിശുദ്ധനായി നീ ജീവിച്ചാലും, എത്ര വേർപാട് ഇന്നു രാത്രിയിൽ നീ ആചരിച്ചാലും, വല്ല വിധേനയും നിന്നെ വീഴ്ത്തുവാൻ, നിന്നെ ദൈവത്തിൽ നിന്ന് അകറ്റിക്കളയുവാൻ, ഒരു കുറവ് കണ്ടുപിടിക്കുവാൻ പിശാച് ഊടാടി സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ ആരോപം പറയുന്ന, അപവാദം പറയുന്ന പിശാചിനെ ജയിപ്പാൻ രണ്ട് കാര്യങ്ങൾ നമുക്കവിടെ കാണാൻ കഴിയും. അതിന്റെ 11-ാം വാക്യം ഒന്ന് വായിക്കാമോ? വെളിപ്പാട് പുസ്തകം 12-ന്റെ 11-ാം വാക്യം. അവനവനെ കുഞ്ഞാടിന്റെ രക്തം ഹേതുവായിട്ടും. ഒന്ന്, കുഞ്ഞാടിന്റെ രക്തത്തിലുള്ള ആശ്രയമാണ്. ഹല്ലേലൂയ. നിനക്കെതിരെ അപവാദം പറയുന്നവന്റെ മേൽ ജയമെടുക്കാനുള്ള ഏക ആയുധം. ഇന്ന് പലരും ചെയ്തതറിയാമോ? ഞായറാഴ്ച പാപം ചെയ്തു, കുഞ്ഞാടിന്റെ രക്തത്തിൽ ആശ്രയിച്ചു. തിങ്കളാഴ്ച പാപം ചെയ്തു, കുഞ്ഞാടിന്റെ രക്തത്തിൽ ആശ്രയിച്ചു. പിന്നെ മണിക്കൂറിന് പാപം ചെയ്ത് രക്തത്തിൽ ആശ്രയിച്ച് മുന്നോട്ട് പോകുന്ന നിന്നോടല്ല ഈ ദൂത്. പ്രൈസ് യു ജീസസ്. ഹല്ലേലൂയ. ദാവീദിനോട് ഒരു പ്രാവശ്യമായി നാഥാൻ ദൂത് പറഞ്ഞപ്പോൾ ആ പാപത്തെ എന്നേക്കുമായി ഉപേക്ഷിച്ച് വീണ്ടും അങ്ങനെ ഒരു പാപം ചെയ്യാതിരിക്കാൻ ദൈവസന്നിധി സമർപ്പിക്കപ്പെട്ട ആ സമർപ്പണം ഉള്ള ദൈവ പൈതലിന് മാത്രമേ ഈ രക്തത്തിൽ ആശ്രയിക്കാൻ കഴിയത്തുള്ളൂ. ഇന്ന് പല ദൈവമക്കൾക്കും യേശുവിന്റെ രക്തം പൈപ്പ് വെള്ളത്തിന് സമാനമാ. പൈപ്പ് വെള്ളം കടയിൽ പോയാലും, മാർക്കറ്റിൽ പോയാലും, ചന്തയിൽ പോയാലും, എവിടെ പോയാലും യേശുവിന്റെ രക്തം. ഇന്ന് രാത്രി വിളിച്ചു പറയട്ടെ, യേശുവിന്റെ രക്തം ഒരു ദൈവ പൈതൽ നാവിലെടുക്കണമെങ്കിൽ അതിനൊരു അതിനൊരു യോഗ്യതയുണ്ട്. ആരാണെന്നറിയാമോ? ഒരിക്കൽ പാപം ചെയ്ത് ദൈവതേജം നഷ്ടപ്പെട്ട നിന്നെ മടക്കി കൊണ്ടുവരുവാൻ ഈ രക്തത്തിൽ ആശ്രയിപ്പിച്ച നിന്റെ ദൈവത്തിൽ ഹല്ലേലൂയ ആശ്രയിച്ച് ജീവിക്കുന്ന ഒരുവന്റെ ജീവിതത്തിൽ ഒരു കുറവ് വരുമ്പോൾ അവന് വായിലെടുക്കുവാനുള്ള ഹല്ലേലൂയ നാമമാ യേശുവിന്റെ രക്തം. പറഞ്ഞു മനസ്സിലായോ? സ്വോത്രം. ഒരാളെ ചീത്തയും വിളിച്ചിട്ട് യേശു രക്തത്താൽ ജയം. അയൽപക്കക്കാരൻ ക്രൈസ്തവരോട് വഴക്ക് കൂടിയപ്പോ ഹല്ലേലൂയ കൃപ ചോർന്നു പോയപ്പോ രണ്ട് വർത്താനം അങ്ങോട്ട് പറഞ്ഞിട്ട്, എപ്പോഴും ഈ രക്തത്തിൽ ആശ്രയിക്കുന്ന കാര്യമല്ല പറയുന്നേ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഇന്ന് രാത്രിയിൽ സ്തോത്രം, യോഗ്യതയുള്ള ഒരു വ്യക്തിക്ക് മാത്രമേ ഈ രക്തം നാവിലെടുക്കുവാൻ പ്രമാണമുള്ളൂ. വീണ്ടും താഴെ രണ്ടാമതായിട്ട് വായിച്ച താഴെ, കുഞ്ഞാടിന്റെ രക്തം ഹേതുവായിട്ടും തങ്ങളുടെ സാക്ഷ്യവചനം ഹേതുവായിട്ടും. വീണ്ടും താഴെ, സാക്ഷ്യവചനം ഹേതുവായിട്ടും ജയിച്ചു, മരണപര്യന്തം ഞങ്ങളുടെ പ്രാണനെ സ്നേഹിച്ചതുമില്ല. പിശാചിനെ ജയിക്കണോ? പിശാചിന്റെ അപവാദത്തെ ജയിക്കണോ? മരണപര്യന്തം നിന്നെ നീ സ്നേഹിക്കരുത്. ജീസസ് ബൈബിൾ പറയുന്ന ഇങ്ങനെ, അന്ത്യകാലത്ത് സകലരും സ്വയസ്നേഹികളായി മാറും. നീ നിന്റെ ശരീരത്തെ സ്നേഹിക്കുന്നത് കൊണ്ടാ നിന്റെ അപ്പന് വിളിച്ചപ്പോൾ നിനക്ക് കൊണ്ടത്. നീ നിന്നെ സ്നേഹിക്കുന്നത് കൊണ്ടാ നിനക്ക് ആ വ്യക്തി അത് ചെയ്യാതിരുന്നപ്പോൾ നിനക്ക് വേദനിച്ചത്. ഇന്നു രാത്രിയിൽ സ്വയത്തെ സ്നേഹിക്കാതെ കർത്താവിനെ സ്നേഹിപ്പാൻ ഇന്നു രാത്രിയിൽ തയ്യാറാണെങ്കിൽ നിനക്ക് പിശാചിന്റെ അപവാദത്തിന്റെ മേൽ ജയമെടുക്കാൻ കഴിയും. ചിലര് സ്നേഹിക്കുന്ന മുടിയെ,
സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, ജോജി ഒരിക്കൽ ഇവിടെ കെട്ടുകണക്കിന് ബൈബിള് ചുമന്നോട്ട് പോയപ്പം ഞാൻ പറഞ്ഞു, മോനെ മുടി പോയാലും കുഴപ്പമില്ല, കർത്താവ് നിന്നെ മാനിക്കും. ചോദിക്കുക, ഇന്ന് സൂം മീറ്റിംഗിൽ ഇരിക്കുക ഹോസ്റ്റായിട്ട്. സ്തോത്രം സ്തോത്രം സ്തോത്രം. ചിലര് സ്നേഹിക്കുന്ന മുടിയെയാ, ചിലര് സ്നേഹിക്കുന്ന ശമ്പളത്തെയാ, ചിലര് സ്നേഹിക്കുന്നത് സ്തോത്രം 24 മണിക്കൂർ ചെന്ന് ആ കണ്ണാടിയിലോട്ട് നോക്കി ഒന്ന് ചീവിയിട്ട് ഇങ്ങനെയൊക്കെ ഒന്ന് അടിച്ച് സ്തോത്രം നോക്കുന്ന നീ നിന്നെ സ്നേഹിക്കുന്നത് കൊണ്ടാ. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. ആരും കാണുന്നില്ലെങ്കിൽ മൊബൈല് മുമ്പിലോട്ട് വെച്ചൊരു സ്തോത്രം സെൽഫിയെ എടുക്കുന്ന നീ ഉണ്ടല്ലോ, നീ സ്നേഹിക്കുന്ന നിന്നെയാ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. മക്കളില്ല, അപ്പനില്ല, ആരുമില്ല. സ്തോത്രം. ഒരുങ്ങാൻ കഴിയുമ്പോ ആരുമില്ലെന്ന് കണ്ടപ്പോ ഒരു സെൽഫിയൊക്കെ എടുക്കുന്ന ആൾക്കാരുണ്ടല്ലോ. നീ നിന്നെ സ്നേഹിക്കുന്നു. ദൈവത്തിന്റെ വചനം പറയുന്നു, പിശാചിന്റെ അപവാദത്തിൽ നിന്നും രക്ഷപ്പെടുവാൻ ദൈവം പറയുന്ന ഒരേ ഒരു മാർഗം, നീ നിന്നെ സ്നേഹിക്കുന്നത് ഇന്ന് രാത്രിയിൽ വിട്ടുകളാ. നീ യേശുവിനെ സ്നേഹിക്കും. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഹല്ലേലൂയ. ഈ 7 സഭകളോട് ദൂത് പറയുമ്പോൾ അവസാനമായിട്ട് ദൂത് പറയുന്നത് ലവോദിക്ക സഭയോടാണ്. ഞാൻ അവിടെയാണ് നിൽക്കാൻ പോകുന്നത്. ലവോദിക്ക സഭയോട് ദൂത് പറയുമ്പോൾ ആ സഭയുടെ അവസ്ഥ നമുക്കറിയാം. തകർന്ന് തരിപ്പണമായ, വായിൽ നിന്ന് ഉമിണ്ണ് കളയാനിരിക്കുന്ന, ഉഷ്ണവാനുമല്ല ശീതവാനുമല്ല നിലവാരത്തിൽ ജീവിക്കുന്ന ആ സഭയുടെ അവസ്ഥ കണ്ടിട്ട് ദൈവം ആ സഭയെ തള്ളിക്കളഞ്ഞതല്ല. ഇന്നു രാത്രിയിൽ ഈ സൂം പ്ലാറ്റ്ഫോമിൽ കേൾക്കുന്ന പലരും വെള്ള കോട്ടിട്ടിരിക്കുന്നത് എന്താണെന്നറിയാമോ? സകല മ്ലേച്ഛതകളും പ്രവർത്തിച്ചിട്ട് അവൻ നിന്നെ തള്ളിക്കളയാതെ ഇരുന്നത് കൊണ്ടാ നീ ഇന്ന് ഞെളിഞ്ഞിരിക്കുന്നത്. ലവോദിക്ക സഭയോട് ദൂത് പറയുമ്പോൾ അതിന്റെ അവസാന വാക്യം ഒന്ന് വായിച്ചാണ്. സ്തോത്രം. ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു, ആരെങ്കിലും എന്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവന്റെ അടുക്കൽ ചെന്ന് അവനോട്, അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും. ജയിക്കുന്നവന് അതിന്റെ മേളിൽ ഞാൻ ജയിച്ചതുപോലൊരു പദമുണ്ട്. ഞാൻ ധനവാൻ സമ്പന്നനായിരിക്കുന്നു, എനിക്കൊന്നിനും മുട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് നീ നിർഭാഗ്യവാനും അരിഷ്ടനും ദരിദ്രനും കുരുടനും നഗ്നനും എന്നറിഞ്ഞിരിക്കിയാൽ നീ സമ്പന്നനാകേണ്ടതിന് തീയിൽ ഊതിക്കഴിച്ച പൊന്നും നിന്റെ നഗ്നതയുടെ ലജ്ജ വെളിവാകത്തക്കവണ്ണം ധരിക്കേണ്ടതിന്. 21 വാക്യം. ജയിക്കുന്നവന് ഞാൻ എന്നോടുകൂടെ എന്റെ സിംഹാസനത്തിൽ ഇരിപ്പാൻ വരം നൽകും. ഞാൻ ജയിച്ച് എന്റെ പിതാവിന്റെ കൂടെ അവന്റെ സിംഹാസനത്തിൽ ഇരുന്നത് പോലെ തന്നെ ഈ ലോകത്തിൽ ഒരു നശിച്ച സഭയോട് ദൈവാത്മാവ് ദൂത് പറയുകയാ, ഞാനും നിങ്ങളെ പോലെ നശിക്കേണ്ടവനായിരുന്നു, പക്ഷേ ഞാൻ ജയിച്ചതുപോലെ നിങ്ങൾക്കും ജയിക്കാൻ കഴിയും. സ്തോത്രം. ഈ വചനം കേൾക്കുമ്പോൾ നമ്മളെ ചിന്തിക്കും, ദൈവമേ, യേശു ദൈവപുത്രനല്ലേ, പുള്ളിക്കൊക്കെ ജയിക്കാൻ കഴിയും, എന്നെ കൊണ്ട് അതൊന്നും നോക്കത്തില്ല. നമ്മൾ നാട് ഓടുമ്പം നടുവേ ഓടണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ചൈനയിൽ പോകുമ്പോ പാമ്പ് തിന്നുവാണെങ്കിൽ ഹല്ലേലൂയ, പാമ്പിന്റെ ഹല്ലേലൂയ സ്തോത്രം നടുത്തുണ്ട നമ്മൾ തിന്നണം എന്ന് പറഞ്ഞ് പലപ്പോഴും ഹല്ലേലൂയ കോംപ്രമൈസ് ചെയ്യുന്ന നിന്നോടായി ദൈവത്തിന്റെ ആത്മാവ് ശക്തമായിട്ട് പറയുകയാ, യേശു ജയിച്ചതുപോലെ ഈ ഭൂമിയിൽ ജയിച്ച മറ്റൊരു വ്യക്തിയുണ്ട്. അത് ദൈവപുത്രനല്ല, അത് ദൈവത്തിന്റെ ദാസനായ പൗലോസ. ഒരു വാക്യം നമുക്ക് ഒന്ന് വായിക്കാം. പ്രൈസ് ജീസസ്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. റോമർക്കെഴുതിയ ലേഖനം 7-ാം അധ്യായം 8-ാം വാക്യം എടുത്ത് വായിക്കും. പാപമോ അവസരം ലഭിച്ചിട്ട് കൽപ്പനയാൽ എന്നിൽ സകലവിധ മോഹത്തെയും ജനിപ്പിച്ചു. ന്യായപ്രമാണം കൂടാതെ പാപം നിർജീവമാകുന്നു. ഇന്ന് രാത്രിയിൽ ഒരു കാര്യം ഞാൻ പറഞ്ഞു തരാം. പൗലോസ് സ്വന്തം ഉള്ളിൽ മോഹം വർദ്ധിച്ച് പാപി പരമപാപിയായിരുന്ന
പൗലോസിന് സ്വത്രം ഒരു ജയം കൊടുത്ത ദൈവം ഇന്നു രാത്രിയിൽ നിന്റെ ജീവിതത്തിലും ജയം തരുവാൻ എന്റെ ദൈവം ശക്തനാണെന്ന് വളരെ ശക്തമായി ദൈവാത്മാവ് അറിയിക്കുകയാ. പ്രൈസ് ദി ലോർഡ്. പൗലോസ് എന്തറിയാമോ? ചിന്തയെ പോലും ജയമെടുക്കാൻ കഴിയാത്ത പൗലോസ്, മോഹം ജനിച്ച് പാപം ചെയ്യുന്ന പൗലോസ്. പക്ഷേ പൗലോസ് വിടുവിക്കപ്പെട്ടതിനൊരു കാരണമുണ്ട്. വായിക്കാൻ കഴിയുമോ? റോമർ 7:24 വാക്യം. റോമർ 7:24. അയ്യോ, ഞാൻ അരിഷ്ട മനുഷ്യൻ, ഈ മരണത്തിന് അധീനമായ ശരീരത്തിൽ നിന്ന് എന്നെ ആർ വിടുവിക്കും? നമ്മുടെ കർത്താവായ ജയം പ്രാപിക്കാൻ കഴിയാത്ത ആരെങ്കിലും ഇന്നു രാത്രിയിൽ ഈ വചനം ശ്രവിക്കുന്നെങ്കിൽ അവരോടായി ദൈവത്തിന്റെ ആത്മാവ് ശക്തമായി പറയുകയാ. സ്വത്രം ചിന്തകളിൽ പോലും ജയമെടുക്കാൻ കഴിയാത്ത പൗലോസ് യേശു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആത്മാക്കളെ നേടിയതിന്റെ ഒരേ ഒരു കാരണം എന്നറിയാമോ? അയ്യോ, ഞാൻ അരിഷ്ട മനുഷ്യൻ, എനിക്കൊരു വിടുതൽ വേണം. ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവ് എന്നെ കേൾക്കുന്ന എല്ലാവരോടുമായി ശക്തമായി പറയുന്നു, ആരും കാണാതെ ഒരു പ്രത്യേക സ്ഥലത്ത് പോയി നിനക്ക് ഉറക്കെ പറയാൻ കഴിയുമോ? കർത്താവേ, എനിക്ക് തകർന്ന ജീവിതം വേണ്ടപ്പാ. സ്തോത്ര, ഹല്ലേലൂയ, ഞാൻ അരിഷ്ട മനുഷ്യനാപ്പാ, എനിക്കൊരു വിടുതൽ വേണമെന്ന് ഇന്നു രാത്രിയിൽ ആരെങ്കിലും കരഞ്ഞാൽ ആ കരച്ചിലൊരു മറുപടി ഉണ്ട്. അതാണ് 2 കൊരിന്ത്യർ 2-ാം അധ്യായം 14-15 വാക്യം. 2 കൊരിന്ത്യർ 14-15 വാക്യം. ക്രിസ്തുവിൽ ഞങ്ങളെ എപ്പോഴും ജയോത്സവമായി നടത്തുകയും എല്ലായിടത്തും ഞങ്ങളെ കൊണ്ട് തന്റെ പരിജ്ഞാനത്തിന്റെ വാസന വെളിപ്പെടുത്തുകയും ചെയ്യുന്ന ദൈവത്തിന് സ്തോത്രം. 6:24 പ്രൈസ് ദി ലോർഡ്. 7 ദിവസങ്ങളും 24 മണിക്കൂറിലും ജയോത്സവം. ഹല്ലേലൂയ. പൗലോസ് കൊണ്ടാടിയത്, ജയത്തോടെ ജീവിച്ചത് ഒറ്റ കാരണത്താലാ. അവൻ അലറി കരഞ്ഞു. സ്തോത്രം, സ്വത്രം, സ്വത്രം, സ്വത്രം. അലറി കരഞ്ഞപ്പോൾ കർത്താവ് എന്താ കൊടുത്തെന്നറിയാമോ? കൃപ. കൃപ കൊടുത്തു. കൃപ എന്ന് പറഞ്ഞാൽ എന്തറിയാമോ? തക്ക സമയത്ത് കിട്ടുന്ന ഒരു സഹായം. സഹായിപ്പാൻ കഴിയാത്ത നിസ്സഹായനായിരിക്കുന്ന നിനക്ക് വേണ്ടി അയക്കുന്ന ഒരു പ്രത്യേക ദാനമാ കൃപ. ആ കൃപ എന്താന്ന് ഞാൻ പറഞ്ഞുതരാം. പത്രോസിനോടും കൂടെയുള്ളവരോട് യേശു പറഞ്ഞു, വരിക എന്ന് പറഞ്ഞു. കേട്ടിട്ട് ഒരുത്തൻ മാത്രമേ പ്രതികരിച്ചുള്ളൂ. അവൻ വെള്ളത്തിന്മേൽ കൂടെ നടക്കുമ്പോൾ യേശുവിന്റെ മുഖത്തേക്ക് നോക്കി നടക്കുന്ന നടത്തത്തിന് 1 മിനിറ്റത്തേക്ക് നോട്ടം മാറിയപ്പോൾ അഗാധ കൂപത്തിലേക്ക്, അഗാധ കുഴിയിലേക്ക് മുങ്ങിപ്പോകുന്ന പത്രോസിന് സഹായമായി ആരുമില്ലാതിരിക്കുമ്പോൾ നീട്ടപ്പെട്ട കരമാ കൃപ. സ്തോത്രം. ഇന്നു രാത്രിയിൽ പ്രാർത്ഥനാ റൂമിൽ കരഞ്ഞ് അലറിക്കരയുന്നവന് ജയമെടുക്കാൻ കഴിയാതെ ഇന്നു രാത്രിയിൽ ഏതെങ്കിലും മേഖലകൾ ഇന്നു രാത്രി നിനക്കുണ്ടെങ്കിൽ ദൈവാത്മാവ് പറയുകയാണ്, അലറിക്കര. ഇന്നു രാത്രിയിൽ കൃപയുടെ കരം നിനക്ക് വേണ്ടി നീടും. എന്റെ ജീവിതത്തിൽ ഒത്തിരി അനുഭവങ്ങളുണ്ട്. ഈ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ അതൊന്നും എനിക്ക് പറയാൻ കഴിയാറില്ല, നോക്കത്തില്ല. ഞാൻ ഉപവസിക്കാറുണ്ട്. ഒരൊറ്റ ദിവസം പോലും ഞാൻ ഉപവസിക്കുന്നത് എന്റെ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തിനോ എന്റെ ശുശ്രൂഷയുടെ അനുഗ്രഹത്തിനോ വേണ്ടിയല്ല. കർത്താവേ, എനിക്ക് തരുന്ന ശിഷ്ടായുസ് വല്ല വിധേനയും എന്റെ സാക്ഷ്യം നഷ്ടപ്പെടാതെ എന്റെ കർത്താവിന്റെ രാജ്യത്തിൽ എത്തിച്ചേരുക എന്ന് മാത്രമുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് പലപ്പോഴും ദൈവസന്നിധിയിൽ ഞാൻ ഉപവസിക്കാറുള്ളത്. സ്തോത്രം. ഇന്ന് രാത്രിയിൽ എന്നെ കേൾക്കുമ്പോൾ ചിലർ ചിന്തിക്കും, കർത്താവേ, എനിക്ക് പാടാൻ കഴിവില്ല, എന്റെ പാട്ട് കേട്ട പാറ ചിരട്ട, എനിക്ക് പ്രസംഗിക്കാൻ കഴിയത്തില്ല, എനിക്ക് ഒരു കഴിവുമല്ല. എന്നാൽ ഇന്ന് രാത്രി ഒരു കാര്യം പറയാം. ഈ ഭൂമുഖത്ത് ഒത്തിരി പ്രശസ്തന്മാരുണ്ട്. ഡയറിക്കകത്ത് ഇഷ്ടം പോലെ പ്രോഗ്രാം. ഈ പ്രോഗ്രാം ഉള്ളവരൊക്കെ ദൈവസന്നിധിയിൽ വരുമ്പോൾ ഒന്നാമതായി നിൽക്കുന്ന ചിലരുണ്ട്.
അന്ന് നമ്മള് മൂക്കത്ത് കൈവെക്കും, ഇവരെ ഞാൻ അറിയത്തില്ലല്ലോ, സോഷ്യൽ മീഡിയയിൽ ഞാൻ കണ്ടിട്ടില്ലല്ലോ, ഫേസ്ബുക്കിൽ ഞാൻ കണ്ടിട്ടില്ലല്ലോ. എന്റെ ഊഹത്തിൽ ആഫ്രിക്ക ഇളക്കി മറിച്ച റെയ്നാട് പോകെ എനിക്കറിയത്തോളെന്നാൽ ആഫ്രിക്ക ഇളക്കി മറിക്കാത്ത, ആരും അറിയാത്ത ചില വമ്പന്മാർ ഈ ഭൂമിയിലുണ്ട്. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങളുടെ ശരീരത്തിൽ ഇരിക്കുന്ന ഹൃദയം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കിഡ്നി കണ്ടിട്ടുണ്ടോ? കരള് കണ്ടിട്ടുണ്ടോ? ഞാൻ ഒരു കാര്യം പറയാം, കരളടിച്ചു പോയാൽ നീ പാക്കാവും. കരളടിച്ചു പോയാൽ നീ പാക്കാവും. കിഡ്നി അടിച്ചു പോയാൽ നീ പാക്ക് ചെയ്യും. ആരെങ്കിലും കാണുന്നുണ്ടോ? ആരും കാണാതെ ഇൻവിസിബിൾ ലോകത്തിൽ വൻകാര്യം ചെയ്യുന്ന വമ്പന്മാർ ഈ ഭൂമിയിലുണ്ട്. അവരാരാന്നറിയാമോ? അവർ ജയിച്ചവരാ. ഇനി അടുത്ത്, നീ കിഡ്നി ആയില്ലേലും കരളായില്ലേലും ഹൃദയമായില്ലേലും അച്ചായന്റെ പുറത്ത് ഭയങ്കര വെതിര്, അമ്മാമ ഒന്ന് ചൊറിഞ്ഞു കൊടുക്ക് നഖം. സ്തോത്രം. ഒരു ഗ്ലാസ് രസിനെ കലക്കി കുടിക്കുന്നതിനേക്കാൾ സുഖമാണ്. മക്കൾക്ക് ഡിസ്റ്റിങ്ഷന്റെ മാർക്ക് കിട്ടിയത് കേൾക്കുന്നതിനേക്കാൾ സുഖമാ ആ സ്തോത്രം. ഹല്ലേലൂയ. എന്താ പറയുന്നത്? ആ വെതിരിനകത്തൊന്ന് ചൊറിഞ്ഞു കൊടുക്കുന്നത് ചൂടുകുരുവിനകത്ത്. ഞാൻ വിളിച്ചു പറയാം, ഒരാൾക്ക് ചൊറി വന്നാൽ, ഭാര്യയ്ക്ക് അല്ലെങ്കിൽ ചൊറി വന്നാൽ കിഡ്നി കൊണ്ട് എന്തൊരു പ്രയോജനമുണ്ടോ? കരള് കൊണ്ട് വല്ല പ്രയോജനമുണ്ടോ? നാക്ക് കൊണ്ട് പ്രയോജനമുണ്ടോ? നാക്ക് കൊണ്ട് കാളയും പശു നക്കും. വിരല് കൊണ്ട് നിനക്കൊരു ശുശ്രൂഷയുണ്ട്. ഞാൻ അതിന് പറയുന്നത് സ്ക്രാച്ചിങ് മിനിസ്ട്രി എന്നാ ഞാൻ പറയുന്നത്. എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിന്റെ സഭയെ എൻകറേജ് ചെയ്യുവാൻ നീ കൺവെൻഷനിൽ പ്രസംഗിക്കേണ്ട കേട്ടോ. സ്വത്രം. നീ ഹല്ലേലൂയ ഒരു ക്രൂസൈഡിൽ പ്രസംഗിക്കേണ്ട. ഒരു നഖത്തൊന്ന് ചൊറിഞ്ഞാൽ മതി. ആ ചൊറിയുന്നതിന് പറയുന്ന പേരാ എൻകറേജ്മെന്റ്. സ്വത്രം. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ജയജീവിതം നയിച്ച ഒരുവൻ തന്റെ മൊബൈലിലെടുത്ത് യേശു നിന്നെ സ്നേഹിക്കുന്നെന്ന് ഒരു വർഷം ആരും കാണാതെ ഒന്ന് അയച്ചു നോക്ക്. സ്വത്രം. അവന് നിത്യതയിൽ ഒരു റിവാർഡ് ഉണ്ട്. യേശുവിന്റെ നാമത്തിൽ. നിങ്ങൾക്കറിയാമോ, ഗയാനയിൽ രക്തസാക്ഷി മരണം വഹിച്ച ഒരു ദൈവദാസനുണ്ട്. നമുക്കാർക്ക് വലിയ പരിചയമൊന്നുമില്ല. പക്ഷേ അദ്ദേഹത്തിന്റെ പരിപാടി എന്തെന്നറിയാമോ? കൺവെൻഷൻ ഗ്രൗണ്ടുകളില് എല്ലാരും പോകുമ്പം പിള്ളേര് തിന്നു കളഞ്ഞ മുട്ടായിയുടെ കടലാസും പേപ്പറുകളും പ്രൈസലോട് അവിടെ കിടന്ന് ചപ്പും ചവറുകളൊക്കെ വാരി ശുദ്ധീകരിക്കുന്ന ഒരു ശുശ്രൂഷയായിരുന്നു പുള്ളിക്ക്. പക്ഷേ ഇന്ന് ഗയാന രാജ്യത്ത് അല്ലെ സ്വന്തം മാതാപിതാക്കൾക്ക് പോലും വിട്ടുകൊടുക്കാതെ ആ രാജ്യത്ത് ആ ശവം സംസ്കരിക്കത്ത നിലവാരത്തിൽ പ്രശസ്തനായത് കൺവെൻഷനിൽ പ്രസംഗിച്ചത് കൊണ്ടല്ല. കൺവെൻഷനിലെ ചപ്പുചവറ് വാരിയത് അതും ദൈവന്മാർ കിട്ടു. ജവജീവിതം നയിക്കുന്ന ദൈവത്തിന്റെ പൈതലെ, 50 പ്രാവശ്യം അമേരിക്ക പോയില്ലേലും സഭയിലെ ഒരു പായിട്ടാൽ, നമ്മളൊക്കെ ഇന്ന് പറയുന്നേ ഡോക്ടർ KP ഓനാൻ ഉണ്ടല്ലോ, നമുക്കൊക്കെ പുള്ളി പുച്ഛമാ. ഞാൻ അവിടെ പഠിച്ച മനുഷ്യനാ. പക്ഷെ പുള്ളി കൃപയിലായിരുന്നപ്പോ പുള്ളിക്ക് ഒരു ടെസ്റ്റ് മണി ഉണ്ട്. എന്താണെന്നറിയാമോ? പുള്ളി ഇന്ന് ഈ ലോക പ്രശസ്തനായി. ഇപ്പോഴത്തെ കാര്യമല്ല പറയുന്നത്. ആയത് എങ്ങനെയാണെന്നറിയാമോ? സ്വത്രം. അദ്ദേഹം കപ്പലിനകത്ത് എല്ലാരും രാത്രി കിടന്നുറങ്ങുമ്പോ ഷൂ പോളിഷ് ചെയ്യുന്ന പരിപാടിയാ പുള്ളിക്ക്. നേരം വെളുക്കുമ്പോ എല്ലാവരും ഷൂ വെൽ പോളിഷ്ഡാ. അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ജോർജ് വെർവർ ഈ കാര്യം അറിഞ്ഞു. ഇത് ആരാന്നറിയത്തില്ല. ഉറക്കമുളച്ചിരുന്ന് നോക്കിയപ്പോൾ കപ്പലിൽ എല്ലാവരും കൂർക്കം വലിച്ചുറങ്ങുമ്പോൾ ഇതാ ഒരു മനുഷ്യൻ ഹല്ലേലൂയ ഷൂറാക്കറിൽ നിന്നും ഷൂ എടുത്ത് പോളിഷ് ചെയ്തപ്പോൾ അദ്ദേഹത്തിന് കിട്ടിയ നന്മ എന്തെന്നറിയാമോ? പുള്ളി സ്നേഹിച്ചു കെട്ടിയതല്ല. സ്വത്രം. ലൈബ്രറിയിൽ ജോലി ചെയ്തിരുന്ന ഒരു അന്യ രാജ്യക്കാരിയുടെ ഹൃദയത്തിൽ ദൈവാത്മാവ് ഇടപെട്ടു. നിരണം എന്ന സ്ഥലത്ത് താറാവുകളെ തീറ്റിക്കൊണ്ട് നടന്ന ഒരു മനുഷ്യനെ ലോക പ്രശസ്തനാക്കി മാറ്റിയത് പ്രസംഗിച്ചത് കൊണ്ടല്ല. ജയമെടുക്കുന്ന ഒരു ദൈവ പൈതലിന് ഒരു ശുശ്രൂഷയുണ്ട്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ കർത്താവിനെ കുറിച്ച് നാം പഠിക്കുമ്പോൾ നമുക്ക് ഈ കൃപ ലഭിക്കുവാൻ നമുക്കൊരു സ്ഥലമുണ്ട്. നിങ്ങൾ എബ്രായർക്ക് ലേഖനത്തിൽ വായിക്കണം. ഒന്ന് വായിക്കണമോ? എബ്രായർ 4:15-16 ഒന്ന് വായിക്കാമോ?
ജോജി, എന്റെ സമയം തീരാറായോ? ഇല്ല, 9 മണി വരെ. നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകൾ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല. പാപമൊഴികെ സർവത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവൻ അത്രേ നമുക്കുള്ളത്. അതുകൊണ്ട് കരുണ ലഭിപ്പാനും ഇന്ന് രാത്രി വരിക, തൽസമയത്ത് കൃപ പ്രാപിക്കുവാൻ നമുക്കൊരിടമുണ്ട്. ഇന്നു രാത്രിയിൽ റിമോട്ട് കൺട്രോളിന് മേൽ ജയമില്ലാത്തവർ, ഫിലിമിന്റെ മേൽ ജയമില്ലാത്തവർ, സിനിമയുടെ മേൽ ജയമില്ലാത്തവർ, സീരിയലിന്റെ മേൽ ജയമില്ലാത്തവർ, പൈസയുടെ മേൽ ജയമില്ലാത്തവർ, ഇന്നു രാത്രിയിൽ നിനക്ക് ആശ്രയിപ്പാൻ ഒരു സ്ഥലമുണ്ട്. ആ സ്ഥലമാ ദൈവത്തിന്റെ കൃപാസനം. നമ്മൾ ചിന്തിക്കും, ഈ കൃപ നമുക്ക് കിട്ടാൻ വേണ്ടിയേ നമ്മുടെ കർത്താവ് എത്രമാത്രം അവന് വേണ്ടി വില കൊടുത്തെന്ന് ദൈവമക്കൾക്ക് അറിയാമോ? പ്രൈസലോട് സ്തോത്രം. കർത്താവ് ഭൂമിയിലായിരുന്നപ്പോ നമ്മളെ പോലെ ഒരു പച്ച മനുഷ്യനായിരുന്നു. സ്തോത്രം. നമുക്കറിയാം, സ്ത്രീയുടെ സ്പർശനമേൽക്കാത്ത എന്ന് പറഞ്ഞാൽ, ഞാൻ ആ സ്പർശനത്തിനൊരു വ്യത്യാസമുണ്ട്. സ്പർശനമേൽക്കാത്ത യേശുവിനെ ഒരു പാപിനിയായ സ്ത്രീ വന്ന് മാറി മാറി ചുംബിക്കുമ്പോൾ അവന്റെ ജഡം ഉയർന്നില്ല കേട്ടോ. കാരണം എന്താണെന്നറിയാമോ? അവൻ പ്രാർത്ഥനയിൽ കല്ലിന് ജയം പ്രാപിച്ച ഒരു അഭിഷിക്തനാ. യേശുവിന് വിശപ്പുണ്ടായിരുന്നു, ദാഹമുണ്ടായിരുന്നു, അല്ലെ ആലയത്തെ കുറിച്ചുള്ള എരിവുണ്ടായിരുന്നു, ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഒരു പാപിനിയായ സ്ത്രീ വന്ന് തന്റെ കാലെ ചുംബിക്കുമ്പോൾ സ്വത്രം താനൊരു ജഡമനുഷ്യനായി മാറിയില്ല. അതുകൊണ്ടാണ് അല്ലെ ബഥാന്യ ഗ്രാമത്തിൽ ഒരു സഭ പൊങ്ങിയത്. ഒരു സഭ പൊങ്ങിയത് എന്റെ യേശുവിന്റെ ജഡം ഉയരാതിരിക്കുവാൻ പ്രാർത്ഥനയിൽ അവൻ ഹല്ലേലൂയ ദൈവത്തോട് അപേക്ഷിച്ചത് കൊണ്ടാണ്. ഈ പാപിനിയായ സ്ത്രീ തന്നെ ബഥാന്യയിലെ മറിയ. നിങ്ങൾ വായിച്ചു നോക്കണം, അത് വ്യക്തമായിട്ട് നിങ്ങളെ വീട്ടിൽ പോയി ഒന്ന് വായിക്കണം. ഇങ്ങനെ ചെയ്തു പോകുന്നൊക്കെ പറയുമ്പോൾ ഹല്ലേലൂയ നേരത്തെ ചെയ്ത ഒരു പ്രവൃത്തി വീണ്ടും അവൾ ചെയ്തൊക്കെ കാണുന്നു. ബഥാന്യയിൽ ഒരു ദൈവസഭ പണിയപ്പെട്ടതിന്റെ ഏക കാരണം ഒരുവൻ ജയിച്ചതിന്റെ പേരിലാണ്. നീ റിക്ഷയിൽ സഞ്ചരിക്കുമ്പോൾ ഒരു സ്ത്രീ നിനക്ക് പ്രൈസ് ദി ലോർഡ് തരുമ്പോൾ, ഹല്ലേലൂയ, ഒരു സ്ത്രീയുടെ തലയിൽ പ്രാർത്ഥിക്കുവാൻ കൈവെക്കുമ്പോൾ നിന്റെ മനോഭാവം ശരിയല്ലെങ്കിൽ ഇന്നു രാത്രിയിൽ നീ തോറ്റവനാ. ഞാനിത് പറയാൻ കാരണം, ചില വർഷങ്ങൾക്ക് മുൻപ് ഡൽഹിയിൽ പ്രാർത്ഥിക്കുവാൻ ഹല്ലേലൂയ സ്തോത്രം തലയിൽ കൈവച്ച ഒരു ഗസ്റ്റ് ദൈവദാസൻ, ആ വീട്ടിലെ അമ്മാമ്മ സുഖമില്ലാതെ ഹോസ്പിറ്റലിലായിരുന്നപ്പോൾ അന്ന് രാത്രി സംഭവിച്ച കാര്യം ഞാൻ സൂമിൽ പറയാൻ ആഗ്രഹിക്കുന്നില്ല. സ്തോത്രം സ്തോത്രം. പ്രാർത്ഥിക്കുവാൻ കൈവച്ചപ്പോൾ അവന്റെ ഉള്ളിലേക്ക് കയറിയതായ ജഡമോഹം രാത്രിയിൽ പല ദൈവമക്കളും എഴുമ്പേറ്റം പിടിക്കാത്തത് ഈ മേഖലകളെ ജയിക്കാത്തത് കൊണ്ട്. സ്തോത്രം സ്തോത്രം. യേശു ഇങ്ങനെ ജയിക്കാൻ ഒരു കാരണമുണ്ട്. എബ്രായർക്ക് ലേഖനം 5-ാം അധ്യായം 7-ാം വാക്യം ഒരു പ്രാർത്ഥനയാണ്. 5:7. ക്രിസ്തു തന്റെ ഐകിക ജീവകാലത്ത് തന്നെ മരണത്തിൽ നിന്ന് രക്ഷിപ്പാൻ കഴിയുന്നവനോട് ഉറച്ച നിലവിളിയോട് കണ്ണുനീരോടും കൂടെ അപേക്ഷിക്കുകയും അഭയാചന കഴിക്കുകയും ഭയഭക്തി നിമിത്തം ഉത്തരം ലഭിക്കുകയും ചെയ്തു. ഇന്ന് രാത്രിയിൽ ഒരു ദൂത് ശക്തമായിട്ട് പറയുകയാണ്. യേശു ക്രൂശിക്കണമെന്ന് പ്രാർത്ഥിച്ച കാര്യമല്ല പറയുന്നത്. യേശു തന്റെ ഇഹലോകത്തിലെ ശുശ്രൂഷയിൽ മരണത്തിൽ നിന്ന് വിടിവിപ്പാൻ കഴിയുന്നത്. ഞാൻ ചിന്തിച്ചത്, യേശു നമുക്ക് വേണ്ടി മരിക്കാമെന്നതാ. നമ്മളോടുള്ള സ്നേഹം നിമിത്തം 1000 അല്ല 10,000 പ്രാവശ്യം യേശു മരിക്കാൻ തയ്യാറാ. പിന്നെ എന്തിനാ യേശു കരഞ്ഞത്? പാപം ചെയ്ത് ഒരാത്മീക മരണം തന്നിൽ സംഭവിക്കാതിരിപ്പാൻ. രാത്രി നിങ്ങൾ കേൾക്കുന്നുണ്ടോ?
പാപം ചെയ്ത ഒരു സ്പിരിച്വൽ ഡെത്ത് തന്നിൽ സംഭവിക്കാതിരിക്കാൻ യേശു എങ്ങനെ പ്രാർത്ഥിച്ചേ? നിലവിളിയോടും കണ്ണുനീരോടും പ്രാർത്ഥിച്ചു. നമ്മൾ കണ്ണുനീരോടും നിലവിളിയോടും പ്രാർത്ഥിക്കുന്നത് എപ്പോഴാണെന്നറിയാമോ? വാടക അടയ്ക്കാൻ പൈസ ഇല്ലാതെ, കൊച്ചിനെ ഇന്റർവ്യൂ തോറ്റ് കഴിയുമ്പോ പിന്നെ അങ്ങ് പിടിച്ചു വെച്ച് പ്രാർത്ഥനയാണ്. കരച്ചിലോ, സ്തോത്രം സ്തോത്രം. കൊച്ചിന് രോഗം വരുമ്പോഴാണ് നമ്മൾ കരയുന്നത്, ആരെങ്കിലും മരിക്കുമ്പോഴാണ് നമ്മൾ കരയുന്നത്, ശമ്പളം എല്ലാവർക്കും കൂട്ടിക്കിട്ടപ്പം നമുക്ക് കിട്ടാതെ വരുമ്പോഴാണ് വീട്ടിൽ വന്നിരുന്ന് കരയുന്നത്. ഇന്നു രാത്രിയിൽ യേശു ഒരൊറ്റ ഭൗതിക വിഷയങ്ങൾക്ക് പോലും കരഞ്ഞിട്ടില്ല. സ്തോത്രം. വീട് മേടിക്കാൻ കരഞ്ഞിട്ടില്ല, കമ്പ്യൂട്ടർ മേടിക്കാൻ കരഞ്ഞിട്ടില്ല. ഇന്നു രാത്രി വിളിച്ചു പറയട്ടെ, യേശു കരഞ്ഞത് ഒറ്റ കാര്യത്തിന് വേണ്ടിയാ. ആത്മീക മരണം ഈ ഭൂമിയിൽ 33.5 വർഷം ജീവിക്കുമ്പോൾ പാപത്തിന്റെ ശമ്പളമാകുന്ന ആത്മീക മരണം സംഭവിക്കാതിരിക്കുവാൻ യേശു കണ്ണുനീരോടെ പ്രാർത്ഥിച്ചു, നിലവിളിയോടെ പ്രാർത്ഥിച്ചു. ഇന്ന് രാത്രിയിൽ എത്ര പേര് അങ്ങനെ പ്രാർത്ഥിക്കാൻ യേശു, നമ്മൾ ചിന്തിക്ക് യേശു തന്നെ മരുഭൂമി പ്രാർത്ഥിക്കാൻ പോയെ, ഏകാന്ത സ്ഥലത്ത് ആരും ഡിസ്റ്റർബ് ആകാതെ പ്രാർത്ഥിക്കാൻ പോയതെന്നറിയാമോ? വിശാലമായിട്ടൊന്ന് കരയാൻ വേണ്ടിയാ. എന്നെ കർത്താവ് ഒരു കാര്യം പഠിപ്പിച്ചു. പണ്ട് ഇന്നെനിക്ക് ആരും കേൾക്കാതെ തലയിണയിൽ മുഖം അമർത്തിക്കൊണ്ട് പൊട്ടി ഭാര്യ പോലും അറിയാതെ നിലവിളിച്ച് കരയാനുള്ളൊരു കൃപ സ്വർഗം എന്റെ മേൽ പകരാനിടയായി. യേശുവിനന്ന് മരുഭൂമി ഉണ്ടായിരുന്നു, നമുക്കിവിടെ മരുഭൂമിയില്ല, നിർജ്ജന പ്രദേശങ്ങളില്ല. പക്ഷെ നമ്മുടെ കിടപ്പറൂമിയിൽ തലയിണയിൽ മുഖമമർത്തി നാം കരയണം. എന്തിനു വേണ്ടിയാണെന്നറിയാമോ? IELTS പാസ്സാവാനല്ല, ഗൾഫിൽ പോകാനല്ല, ശുശ്രൂഷ ലഭിക്കാനല്ല, പ്രവചനവരം കിട്ടാനല്ല. ഇന്നു രാത്രി പറയാം, ഇന്നു രാത്രിയിൽ 365 ദിവസങ്ങളുള്ള ഒരു വർഷത്തിൽ പാപം നമ്മുടെ മേൽ കർത്തൃത്വം നടത്തി ആത്മീക മരണം നമ്മളിൽ സംഭവിക്കാതിരിക്കാൻ ഇന്നു രാത്രിയിൽ കരയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ലഭിക്കുന്നതാ ദൈവകൃപ. സ്തോത്രം. ദൈവത്തിന്റെ മഹത്വം ഉണ്ടാകട്ടെ. കഴിഞ്ഞ ദിവസം എന്നെ ജോലി വിളിച്ചു പറഞ്ഞു, വർഷച്ചാ ആകെ കടുപട കരച്ചിൽ വിളിച്ചത്. സ്തോത്രം. ഹല്ലേലൂയ. നെറ്റ് ക്ലിയർ ആവുന്നില്ല, എഴുതില്ല, എന്തോ ഒരു വിഷമം. ഞാനിന്ന് വചനം പ്രാപിച്ചപ്പോ ഞാൻ പറഞ്ഞു, മോനെ നമ്മള് അതിലല്ല വേവലാതിപ്പെടേണ്ടത്. എന്റെ ആത്മീക മരണം സംഭവിക്കാതിരിപ്പാൻ, എന്റെ ആത്മീക മരണം സംഭവിക്കാതിരിപ്പാൻ, എന്റെ ആത്മീക മരണം സംഭവിക്കാതിരിപ്പാൻ അലർമുറയിട്ട് കരയുവാൻ, നിലവിളിയോടെ കരയുവാൻ. അതിന്റെ താഴെ ഒരു പദമുണ്ട്, അങ്ങനെ കരയുമ്പോ നമുക്ക് എന്തോ കിട്ടുമെന്ന്. അവിടുന്ന് വായിച്ച 5:7, എബ്രായർ 5:7. ക്രിസ്തു തന്റെ ഐഹിക പുത്രനെങ്കിലും താൻ അനുഭവിച്ച കഷ്ടങ്ങളാൽ അനുസരണം പഠിച്ച് തികഞ്ഞവനാക്കി തന്നെ അനുസരിക്കുന്ന ഏവർക്കും നിത്യരക്ഷയ്ക്ക് കാരണഭൂതനായി തീർന്നു. സ്തോത്രം. അവ കർത്താവ് കണ്ണുനീരിലൂടെ നിലവിളിയോടെ എന്താ പഠിച്ചതെന്നറിയാമോ? അനുസരണം. ഇന്ന് നമ്മളാകെ പഠിച്ചിരിക്കുന്ന അനുസരണക്കേടാ. സ്തോത്രം, 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 സ്തോത്രം. അത് മാത്രമല്ല ദൈവമൈതലേ, ക്രിസ്തുവിന് മറുപടി കിട്ടിയതിനൊരു കാരണമുണ്ട്. ഭയഭക്തി നിമിത്തം. കാറ് മേടിക്കാൻ ഭയഭക്തി വേണ്ട, വീട് മേടിക്കാൻ ഭയഭക്തി വേണ്ട. അങ്ങനെയാണെങ്കിൽ ഞാൻ വിളിച്ചു പറയാം, പ്രൈസ് ദി ലോർഡ്. വിധവയാകുന്ന മകളും അമ്മയും മകനും ചുള്ളി പറക്കി തിന്നിട്ട് മരിക്കാൻ പോകുമ്പോഴേ പ്രവാചകൻ അവിടെ കടന്നു ചെന്നിട്ട് അവിടെ എണ്ണ വർദ്ധിപ്പിക്കുന്നു, മാവ് വർദ്ധിപ്പിക്കുന്നു. കുറച്ചു കഴിഞ്ഞപ്പോ ഒരു മരണോട് അവിടെ സംഭവിക്കുന്നു. അങ്ങനെ ഒരു കാര്യം പുള്ളിക്കാരി പറയുന്നുണ്ട്, എന്റെ പാപ ഓർമ്മിപ്പിക്കാനാണോ ഇവിടെ വന്നത്? എന്നെ കർത്താവ് പഠിച്ചൊരു കാര്യം, കലത്തിലെ മാവ് കൂടും, ഭരണിയിലെ എണ്ണ വർദ്ധിക്കും. അകത്ത് പാപം ഇരിക്കുമ്പോഴും, അകത്ത് പാപ പ്രവൃത്തി ഇരിക്കുമ്പോഴും കലത്തിലെ മാവ് കൂടാം, ഭരണിയിലെ എണ്ണ കൂടാം. പക്ഷേ പാപത്തിന്റെ മേലുള്ള ഹല്ലേലൂയ ജയം വേണമെങ്കിൽ ഭയഭക്തി വേണം. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്, ഇസ്രായേൽ മക്കൾക്ക് അവർ ആഗ്രഹിച്ചതെല്ലാം കൊടുത്തു.
ഒന്നും കൊടുക്കാനില്ല. ഞാൻ പറയാം, മോശയോടെ പറഞ്ഞു, കൽപ്പിക്കാൻ പറഞ്ഞു, മോശ 3 പ്രാവശ്യം അടിച്ചു. ഞാൻ അങ്ങനെ പറയാം, ജീവിതകാലത്ത് നിനക്ക് വെള്ളം തരത്തില്ല. അടിച്ച് അനുസരണക്കേട് കാണിച്ചിട്ടും പാറയിൽ നിന്ന് ലക്ഷക്കണക്കിന് ജനം കുടിച്ചു വെള്ളം. ഒരു അനുഗ്രഹത്തിന്, ഒരു ശുശ്രൂഷയ്ക്ക് ഒരിക്കലും ദൈവ തടസ്സമല്ല. പക്ഷേ പാപത്തിന്റെ മേലുള്ള ജയജീവിതം, ആത്മീക മരണം നമ്മളിൽ സംഭവിക്കാതിരിക്കുവാൻ ഭയഭക്തിയോടുകൂടെ പ്രാർത്ഥിച്ചെങ്കിൽ മാത്രമേ നമുക്കൊരു മറുപടി ലഭിക്കുകയുള്ളൂ എന്ന് ദൈവാത്മാവ് ശക്തമായി അറിയിക്കുകയാണ്. ഞാൻ എന്റെ വാക്കുകൾക്ക് ഇന്ന് രാത്രിയിൽ എന്റെ വാചകത്തിന് അവസാനം കുറിക്കുകയാണ്. സ്തോത്രം. നമ്മൾ ജയമെടുക്കേണ്ട ചില മേഖല, കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പിൻ. ചിലർക്ക് തിങ്കളാഴ്ച സന്തോഷമാണെങ്കിൽ ചൊവ്വാഴ്ച വാടിക്കെട്ടിയ മുഖമാണ്. തിങ്കളാഴ്ച സന്തോഷമാണെങ്കിൽ ബുധനാഴ്ച ഭയങ്കര ദുഃഖമാണ്. ആ വിഷയത്തിന് മേലൊന്ന് ജയമെടുക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവിൽ എപ്പോഴും സന്തോഷിക്കണമെങ്കിൽ അതിന്റെ മേലൊരു ജയമെടുത്തെങ്കിൽ മാത്രമേ ചിരിക്കാൻ കഴിയത്തുള്ളൂ, സന്തോഷിക്കാൻ കഴിയത്തുള്ളൂ. ഞാൻ ഒരിക്കല് ഒരു പിതാവിനെ കണ്ടുമുട്ടി. പുള്ളി ചിരിക്കുമ്പോ ഇവിടെ എല്ലാം നുണക്കുഴി വരിക, എപ്പം നോക്കിയാലും ചിരിയാ പുള്ളി. ഞാൻ ചിന്തിച്ചു, ഈ ഭൂമിയിലെ ഏറ്റവും സന്തോഷമുള്ള മനുഷ്യനാണെന്ന്. ഞാൻ മീറ്റിംഗ് കഴിഞ്ഞിട്ട് അദ്ദേഹത്തെ കണ്ടപ്പോ ഇദ്ദേഹം പ്രസംഗത്തിന് മുമ്പിലിരുന്ന് അങ്ങ് ചിരിക്കുന്നു, സ്തോത്രം പറയുന്നു, ഹല്ലേലൂയ പറയുന്നു. ഞാൻ ചിന്തിച്ചു, ദൈവമേ, ഈ സഭയ്ക്കകത്ത് ഇയാളെ പോലെ സന്തോഷമുള്ള ഒരു മനുഷ്യൻ വേറെ ആരുമില്ല. മീറ്റിംഗ് കഴിഞ്ഞപ്പോൾ എനിക്കൊരു ആഗ്രഹം തോന്നി ഒന്ന് ചോദിക്കാൻ. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, അച്ഛാ, ഭയങ്കര മുഖത്തെപ്പോഴും സന്തോഷമുള്ള ചിരിയാണല്ലോ, ഭയങ്കര പ്രത്യാശയാണല്ലോ, വീടിന്റെ അവസ്ഥയെ കേൾക്കണമെന്ന് ചോദിച്ച പുള്ളി എന്നോട് പറഞ്ഞതെന്നറിയാമോ? പാസ്റ്ററെ, എന്റെ 2 മക്കൾക്ക് തലയ്ക്ക് സ്ഥിരതയില്ലാതെ ഒരു കുഞ്ഞിനെ കയറും തോർത്തും കൊണ്ട് കെട്ടിയാ ഞങ്ങൾ ഇടുന്നത്. മറ്റൊരു കുഞ്ഞ് രാത്രിയിൽ 3 വയസ്സുള്ള കുഞ്ഞ് എഴുന്നേറ്റ് പോകും, വളരെ ബോധമില്ലാതെ പലതും ചെയ്യും. 2 കുഞ്ഞുങ്ങൾക്ക് തലസ്ഥിരതയില്ല. സ്വത്രം. ഞാൻ വിചാരിച്ചു, അമ്മാമ എന്തിയെ ചോദിച്ച പറഞ്ഞു, പക്ഷേ അമ്മാമ ക്യാൻസറിന്റെ 2ാം സ്റ്റേജിൽ കിടക്കുക. ഇന്ന് രാത്രി വിളിച്ചു പറയട്ടെ, സ്വത്രം, ഈ സ്റ്റേജിന്റെ മധ്യത്തിലും ദൈവവചനം ശുശ്രൂഷിക്കുമ്പോൾ മുമ്പിലിരുന്ന് ശക്തിയോടെ ആരാധിച്ച് കൈയടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നത് കണ്ടപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. എപ്പോഴും സന്തോഷിക്കുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. അതിന്മേലൊരു ജയമെടുക്കണം. സൂറത്തിലൊരിക്കൽ ഞാനൊരു മീറ്റിംഗിൽ കടന്നു പോയപ്പോൾ നല്ല മഴ പെയ്യുക. ഒരു അച്ഛനും അമ്മാമ്മയും അവിടെ പ്രാർത്ഥിക്കാനായിട്ട് ആ മീറ്റിങ്ങിന് വേണ്ടി പകുതിക്കാ കടന്നു വന്നേ. അപ്പൊ ഇവരെ കണ്ടു. ഞാൻ ആ സമയത്ത് ഭാഷയോട് പറഞ്ഞു, നമുക്കൊരു പാട്ട് പാടാന്ന് പറഞ്ഞു. ഇവരുടെ കയറിച്ച് സ്വല്പം ഒരു പാട്ട് പാടിക്കൊണ്ടിരുന്നപ്പോൾ എന്റെ ദൈവത്തിന്റെ മക്കളെ അവര് കൈയടിക്കാൻ തുടങ്ങി. 2 പേരൂടെ അവരുടെ കൈയടി അങ്ങ് വർദ്ധിച്ചു. ഞാൻ അവരുടെ കൈകളിലേക്ക് ശ്രദ്ധിച്ചപ്പോൾ പച്ച അയലമീൻ വരഞ്ഞു വെക്കുന്നത് പോലെ മുളകും വളരെ മഞ്ഞളും തേച്ച് പച്ച മീൻ വരഞ്ഞു വെക്കുന്നത് പോലെ 2 കൈയും വരഞ്ഞു. ഞാൻ വെച്ചായിട്ട് സ്കിൻ ഡിസീസ് ആണ്. മീറ്റിംഗ് കഴിഞ്ഞപ്പോൾ എനിക്ക് ഇവരോട് സംസാരിക്കാൻ തോന്നി. ഞാൻ മുമ്പിലേക്ക് വിളിച്ചിട്ട് പറഞ്ഞു, അച്ഛാ, ഈ കൈക്ക് എന്താ പറ്റി? ഇവിടെ എല്ലാം പൊട്ടിയിരിക്കുവാണല്ലോ, വല്ല സ്കിൻ ഡിസീസ് ആണോ എന്ന് ചോദിച്ചു. അവരെന്നോട് പറഞ്ഞു, പാസ്റ്ററെ, എന്റെ അപ്പന് 9 മക്കളായിരുന്നു. ഒരു നേരത്തെ ആഹാരം ഞങ്ങൾ തിന്നണമെങ്കിൽ എന്റെ അപ്പനും അമ്മയും പട്ടിണി കിടക്കണം. ഹല്ലേലൂയ. ഞങ്ങൾ കഷ്ടപ്പെട്ട വളർന്നത്. ഒരു ഗതിയുമില്ലാത്ത ഒരു ഭവനമായിരുന്നു. പക്ഷേ എന്റെ അപ്പനും അമ്മയും ഭൂമിയിൽ ഇല്ലെങ്കിലും ഞങ്ങൾക്ക് എന്ത് തിന്നണമെന്ന്, ഏതുടുക്കണമെന്ന് അറിയാൻ വയ്യാത്ത നിലവാരത്തിൽ ആവശ്യം പോലെ ദൈവം തന്നപ്പോ പഴയകാല ഓർമ്മകൾ കടന്നു വരുമ്പോഴേ ഞങ്ങൾക്ക് അപ്പിറക്കി ഇരിക്കാനൊക്കെ അങ്ങ് ആരാധിക്കുകയാ. ആ ആരാധനയിലൂടെ പൊട്ടിയ കൈയായത്. രാത്രിയിൽ വളരെ ശക്തമായി ദൈവാത്മാവ് പറയുക, സന്തോഷിപ്പാൻ ദൈവകരങ്ങളിലേക്ക് നമ്മളെ സമർപ്പിക്കാം. 2, ഈ ദുഷ്ടത നിറഞ്ഞ ഈ ലോകത്തിൽ പിറുപിറുപ്പും ആവലാതിയും പറയാതെ ജീവിക്കണമെങ്കിൽ ജയജീവിതം നയിക്കണം. ഞാൻ
കഴിഞ്ഞ ആഴ്ച ആദ്യ പ്രൊഫസർ ഞാൻ പ്രസംഗിച്ചപ്പോൾ അത് പറഞ്ഞു, പിറുപിറുപ്പ് എന്തൊക്കെയാണെന്ന്. ഞാൻ ഇന്നതിൽ തൊടുന്നില്ല. പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. മൂന്നാമതായി, ഒന്നിനെ കുറിച്ചും വിചാരപ്പെടാതെ എല്ലാ ദിവസവും ജീവിക്കണമെങ്കിൽ ഒരു ജയജീവിതം നമുക്ക് വേണം. പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. ഇന്ന് രാത്രിയിൽ മാനസാന്തരത്തിന്റെ ആവശ്യവും ജയത്തിന്റെ ആവശ്യവും ആവശ്യകതയാണെന്ന് നമുക്കൊരു തോന്നലകത്തു വരണമെങ്കിൽ, തേജസ്സുള്ള ദൈവത്തിന്റെ സുവിശേഷത്തിന്റെ പ്രകാശം അകത്തു കടന്നാലേ, അയ്യോ ഞാൻ പാപിയാ, ഇനിയും ക്രമീകരണം പ്രാപിക്കാനുണ്ട്, ഇനിയും എനിക്ക് കുറവുകളുണ്ട്, ഇനിയും എനിക്ക് അപാകതകൾ ഉണ്ടെന്ന് പറഞ്ഞ് പൊട്ടിക്കരയണമെങ്കിൽ ഈ തേജസ്സിന്റെ പ്രകാശം നിന്റെ അകത്തു കയറണമെന്ന് ദൈവത്തിന്റെ ആത്മാവ് ശക്തമായിട്ട് ഇടപെടുകയാ. യേശു വരാൻ സമയമായി, കർത്താവിന്റെ കാഹളം ധ്വനിക്കാൻ സമയമായി. നമ്മൾ നാളെ പറക്കാനിരിക്കുകയാണ്. ഇന്ന് രാത്രിയിൽ എവിടെയെങ്കിലും അപാകതകൾ ഉണ്ടെങ്കിൽ, ജയിക്കാൻ കഴിയാത്ത, ശക്തമായി കോപിച്ചിട്ട് കോപത്തിന്റെ മേൽ ജയമെടുക്കാൻ കഴിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ, തക്ക സമയത്ത് നിന്നെ സഹായിപ്പാൻ കൃപയുണ്ട്. ഇന്ന് രാത്രിയിൽ ആ കൃപയ്ക്ക് വേണ്ടി ഇന്ന് രാത്രിയിൽ പ്രാർത്ഥിയിൽ ഇന്ന് രാത്രിയിൽ ദാമ്പത്തിക ജീവിതത്തിൽ എപ്പം നോക്കിയാലും ഹല്ലേലൂയ സെക്സേ എന്ന് പറഞ്ഞ് നടക്കുന്നവരുണ്ട്. അതിന്റെ മേൽ ജയമെടുപ്പാൻ ഇന്ന് രാത്രി കൃപയെ ആശ്രയിക്കും. പ്രൈസ് ദി ലോർഡ്. പ്രാർത്ഥനയ്ക്കിരിക്കുമ്പോൾ പോലും ഭാര്യയെ ചൊറിഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുന്നവരുണ്ട്. അതിന്റെ മേൽ ജയമെടുക്കണമെങ്കിൽ ഇന്ന് രാത്രി കൃപ പ്രാപിയില്. സ്തോത്രം, 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 സ്തോത്രം. പണത്തിന്റെ ദിവ്യാഗ്രഹത്തിന്റെ മേൽ ഇന്ന് രാത്രി ജയമെടുക്ക്. പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. എന്തിനാ ജയമെടുക്കേണ്ടത്? നമ്മുടെ ചെറിയ ഒരു കുറ്റം പോലും പിശാച് കണ്ടുപിടിച്ചിട്ട് സ്വർഗത്തിൽ പോയി നമ്മളെ ചെണ്ട കൊട്ടാൻ പിശാച് തക്കം നിൽക്കുമ്പോൾ അനുദിനം മൈക്രോ സെക്കൻഡ് മാനസാന്തരപ്പെട്ടുള്ള ഒരു ജീവിതം നയിപ്പാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ എന്നുള്ളതായ പ്രാർത്ഥനയോടുകൂടെ ഇന്ന് രാത്രിയിൽ നിർത്തുന്നു. ദൈവം നമ്മളെ സഹായിക്കുമാറാകട്ടെ. മാറാനാഥ, യേശു വരുന്നു. ഒരു നാം ദൈവങ്ങളെ